चाहे राज्य सरकार हो, केंद्र सरकार हो या देश के जन जन नागरिक हो, हम सब उस संकट की घड़ी में उनके साथ हैं। सरकार ने जो नीति नियमों के तहत जो आपदा प्रबंधन के लिए राशि भेजते हैं उसका काफी हिस्सा पहले ही दिया हुआ है और भी हिस्सा हमने तुरंत रिलीज किया है। और जैसे ही मेमोरेंडम आएगा तो बहुत ही उदारता पूर्वक इन सारी समस्याओं के समाधान के लिए केरल सरकार के साथ भारत सरकार खड़ी रहेगी। ഇതന്ന് പറഞ്ഞതാണ്. 4 മാസമായി 62 ലക്ഷം ക്യൂബിക് മീറ്ററോളം ചവിട്ടി നിന്ന മണ്ണും വെള്ളവും കല്ലുമായി 3 ഗ്രാമങ്ങളെ, മനുഷ്യജീവനുകളെ ഒടുക്കിയിട്ട്. ജീവനില്ലാ പ്രകൃതിയേക്കാൾ ക്രൂരമായി ജീവനുള്ള ഭരണകൂടം. ഔദാര്യമല്ല, ഇവിടെ നിന്നടക്കം ശേഖരിച്ച നികുതിപ്പണമാണ് ദുരന്തകാലത്ത് ചോദിച്ചത്. കേരളത്തിൻ്റെ മനസ്സിന് അത് ഗാഠവേദനയാണ്. 3 വാർഡായി കണ്ടാലും ഇല്ലേലും മനുഷ്യജീവനും അതിന് സാമഗ്രിയായ ജീവിതവും ഒലിച്ചു പോയെങ്കിൽ കേരളം അത് പടുത്തുയർത്തുക തന്നെ ചെയ്യും. ഇന്നത്തെ കേരളത്തിൻ്റെ ആർജവം തെളിയിച്ചതും അതാണ്. ഒരു ജനതയോട് ആർത്തലച്ച അവഗണനയിൽ കേന്ദ്ര ഭരണകൂടം മതിക്കുമ്പോൾ എവിടെ മാധ്യമങ്ങൾ? ആ മണ്ണിൽ നടന്ന റോഡ് ഷോകളോളം പ്രാധാന്യമില്ലേ അവരുടെ ജീവന്? കുറ്റകരമായ മാധ്യമ അനാസ്ഥയും ചർച്ച ചെയ്യപ്പെടേണ്ടേ? ഡിസാസ്റ്റർ ടൂറിസത്തിനൊപ്പം ചേരുന്ന അച്ചുനിരത്താൻ വാക്കുകൾ എല്ലാത്തിനുമുള്ളവരുടെ ഈ നിരാസവും കാണേണ്ടതല്ലേ? നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, CPIM നേതാവ്; വസന്ത് സിറിയക്, കോൺഗ്രസ് പ്രതിനിധി; അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, BJP വക്താവ്. ആദ്യം ശ്രീ വസന്ത് സിറിയക്കിലേക്ക്. ശ്രീ വസന്ത് സിറിയക്, കേരളത്തോട്, വയനാടിനോട്, മുണ്ടക്കൈയോട്, ചൂരൽമലയോട്, സർവോപരി മനുഷ്യരോട് കാണിച്ച കേന്ദ്രത്തിൻ്റെ അവഗണന, നിന്ദത, നിന്ദ്യമായ സ്വഭാവം, അതാണ്, അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലാകമാനം അലയടിച്ചത്. ഏതൊക്കെ അർത്ഥത്തിലാണ് കേന്ദ്രം ഇവിടെ വിമർശിക്കപ്പെടേണ്ടത്? യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം എന്ന നിലയിൽ, ഇന്ത്യയിലെ പ്രതിപക്ഷ മുന്നണി എന്ന നിലയിൽ കോൺഗ്രസ് അടക്കം ഈ പ്രതിഷേധത്തോട് കാണുന്ന സമീപനം എന്ത് രാഷ്ട്രീയമായി? അല്ല അജിംഷാദ്, നോക്കൂ, ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കുമുള്ള രാഷ്ട്രീയം അത് വയനാടൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് മറ്റൊരു രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിന് ഈ വയനാട്ടിലെ BJP-ക്കാർക്ക് പോലും ഒരു പക്ഷേ അതിനപ്പുറത്തൊരു രാഷ്ട്രീയം ഉണ്ടായാൽ അത് തെറ്റായ ഒരു മാർഗനിർദ്ദേശമായിരിക്കും നാളുകളിൽ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ പിൻതലമുറയ്ക്ക് നൽകാൻ പോകും. ഒരു ജനത, ആ ജനത അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റത്തെ അപകടത്തെ, അങ്ങേയറ്റത്തെ പ്രശ്നത്തെ, പ്രതിസന്ധിയെ നേരിട്ട് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരെ സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, എന്താണ് ചെയ്യുന്നത്? ആ സർക്കാരിന്റെ തന്നെ തലവൻ നേരിട്ടെത്തുമ്പോൾ, ഇപ്പൊ അജിംഷാദും ഞാനും ഒക്കെ, കോൺഗ്രസ്സുകാരനായ ഞാനും ഇടതുപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന അജിംഷാദും ഒക്കെ പ്രതീക്ഷിച്ചില്ലേ പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ ഒരുപക്ഷെ വലിയ പദ്ധതി പ്രഖ്യാപിച്ചു പോയേക്കാം, ഒരുപക്ഷെ വലിയ സഹായം പ്രതീക്ഷിച്ചേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ആദ്യമായി നമ്മൾ പ്രതീക്ഷയോടുകൂടി കണ്ടത് വയനാട്ടിലേക്കുള്ള വരവിനെയാണ്. അതിനുശേഷം അദ്ദേഹം അവിടെ എത്തുന്നു, അവിടുത്തെ കുഞ്ഞു കുട്ടികളെ തലോടുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോഴൊക്കെയും സെറ്റിട്ട് സെന്റിമെന്റ്സ് കാണിക്കുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് കൃത്യമായി മുൻ ധാരണകൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ പോലും അജിംഷാദ് നമ്മൾ വല്ലാതെ പ്രതീക്ഷിച്ചു പോയി. ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായൊരു വ്യക്തത ഉണ്ട്, അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് സത്യം ഉണ്ട് ആ വാക്കുകളിൽ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അജിംഷാദ് പ്രതീക്ഷിച്ചു, BJP-ക്കാർ പ്രതീക്ഷിച്ചു, വയനാടൻ ജനത ആകെ പ്രതീക്ഷിച്ചു. എന്താണ് പ്രധാനമന്ത്രി അന്ന് അവിടെ എത്തിയിട്ട് പറഞ്ഞത്? സമാനതകളില്ലാത്ത ദുരന്തത്തെയാണ് ഈ നാട് നേരിട്ടിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സമാനതകളില്ലാത്ത ദുരന്തത്തെ നേരിട്ട നാടിന്റെ വിറങ്ങലിൽ, ഞെട്ടലിൽ ഞാനിതാ കൂടെ ചേരുന്നു എന്ന് പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെറ്റിട്ട് സെന്റിമെന്റ്സ് കാണിക്കുന്ന നരേന്ദ്രമോദി ഇവിടെ നിന്ന് മടങ്ങിപ്പോയപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചു അദ്ദേഹം ഈ കാര്യത്തിലെങ്കിലും സത്യസന്ധമായി പെരുമാറുമെന്നും അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലെങ്കിലും വാക്കുകൾ കൃത്യമായിരിക്കുമെന്നും. പിന്നീട് വയനാടിന് ശേഷം ദുരന്തമുണ്ടായ
ബീഹാറിൽ കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു, തെലങ്കാനയിൽ പ്രഖ്യാപിച്ചു, ആന്ധ്രയിൽ പ്രഖ്യാപിച്ചു. അപ്പോഴൊക്കെ ഇതാ ഡിലേ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി കേന്ദ്രത്തോട് കൺവേ ചെയ്തു. അങ്ങനെയാണ് ഒക്ടോബർ 18-ാം തീയതി കേന്ദ്രം കേരളത്തിന്റെ ഹൈക്കോടതിയിൽ അറിയിക്കുന്നത്. എന്താണ് അറിയിക്കുന്നത്? ഈ പ്രത്യേക കേന്ദ്ര ഫണ്ട് വയനാടുമായി ബന്ധപ്പെട്ട് ആലോചിച്ചു വരികയാണ്, അത് പരിഗണനയിലാണ് എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ നേരിട്ടെത്തി രേഖപ്പെടുത്തി. അന്ന് കേരളത്തിന്റെ ഹൈക്കോടതി വളരെ കൃത്യമായി, വളരെ രൂക്ഷമായി കേന്ദ്രത്തോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇത്രമാത്രം വൈകുന്നത്, ഇങ്ങനെ വൈകിയ അതാണ് വസന്ത്, താങ്കൾ പറഞ്ഞത് താങ്കൾക്ക് വളരെ കൃത്യമായ ബോധ്യമുള്ള വസ്തുതാപരമായ കാര്യമാണ്. BJPക്കെതിരെ അത് കോൺഗ്രസിന്റെ വക്താവ് എന്ന നിലയിൽ കൂടിയുള്ള താങ്കളുടെ വളരെ ഷാർപ്പായ നിരീക്ഷണമാണ്. പക്ഷേ ഈ കേന്ദ്രത്തിൻ്റെ ആ അവഗണനകൾക്കെതിരെ ഏതർത്ഥത്തിലാണ് ഇവിടുത്തെ ഭരണമുന്നണിയോട് കൈകോർക്കേണ്ടത് എന്ന കാര്യത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാടെന്ത് എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയേണ്ടത്. അല്ല നോക്കൂ, അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട അജിം ഷാ ഞങ്ങൾ പറഞ്ഞത്, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട് ദുരന്തം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി, വയനാടിന്റെ മുൻ MP, വളരെ കൃത്യമായി ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം. ഇതുവരെ നമ്മൾ കൊണ്ടുവന്നിരുന്ന ബെഞ്ച് മാർക്കുകൾ 2015 തൊട്ട് ഏതാണ്ട് 10 വർഷക്കാലം മുമ്പത്തെ ബെഞ്ച് മാർക്ക് വെച്ച്, കാലഹരണപ്പെട്ട ബെഞ്ച് മാർക്ക് വെച്ച് കേന്ദ്രം ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ പോവരുത്, അവിടെയുള്ള 500ഓളം കുടുംബങ്ങളുടെ കണ്ണീര് കാണാതെ പോവരുത് എന്ന് ആദ്യം പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ്. 1. 2, കേരളത്തിന്റെ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷമാണല്ലോ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ ഏറ്റവും ആദ്യം അടിയന്തര പ്രമേയവുമായി വന്നത്. 3, വയനാട്ടിലെ പുതിയ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഇന്നലെയാണ് അമിത്ഷായെ നേരിട്ട് കണ്ട് ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി പ്രിയങ്ക ഗാന്ധി അല്ല, കേരളത്തിലെ MP-മാരെല്ലാം പോയി, പ്രിയങ്ക ഒപ്പം കൂടിയെന്നേ ഉള്ളൂ. K. രാധാകൃഷ്ണനാണ് അതിനുവേണ്ടി എല്ലാം ഓടി നടന്ന് ഒപ്പിട്ട് സഹകരിച്ച് K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ MP-മാർ അവിടെ കേന്ദ്രത്തോട് സമീപിച്ചത്. പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അല്ല, അത് അങ്ങേക്ക് അങ്ങനെ പറയാം, സ്വാഭാവികമായും അങ്ങനെ പറഞ്ഞേ മതിയാവുകയുള്ളൂ. പക്ഷേ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് ഇന്നലെ അമിത്ഷായുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും അദ്ദേഹത്തെ കാണുകയും ചെയ്തത് എന്നതാണ് എന്റെ വാദം. ഇനി അങ്ങേക്ക് മറിച്ചു വാദിക്കാം, അതല്ലല്ലോ ഇന്നത്തെ തെറ്റാണ്. കാരണം ഈ MP-മാരെ ഒക്കെ സംഘടിപ്പിക്കാൻ ഈ അവസരത്തിന് വേണ്ടി ഒപ്പിടിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചതും ഒക്കെ K. രാധാകൃഷ്ണനാണ്. വയനാട് MP എന്ന നിലയിൽ ഒരുപക്ഷെ പ്രിയങ്കയ്ക്ക് അവിടെ പേപ്പർ കൈമാറാനോ ഒക്കെയുള്ള അവസരം ഉണ്ടായിരിക്കാം. പക്ഷേ അതെല്ലാം കോടിയിരിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത് K. രാധാകൃഷ്ണനാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ അവിടുത്തെ ദില്ലിയിലെ മാധ്യമപ്രവർത്തകരെ അടക്കം ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയത് വിവരം കൂടിയാണിത്. അത് എൻ്റേതായ പറച്ചിലിന് മതിയാകുന്നത് മാത്രമല്ല. ഒരിക്കലുമല്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ലെറ്റർ പാഡിൽ വയനാട് MP എന്നുള്ള നിലയിൽ അവർ തന്നെ നേരിട്ട് അതാണ് MP എന്ന നിലയിൽ മാത്രമാണ്. പക്ഷെ അതിനെ ക്രോഡീകരിച്ചതും അതിലേക്ക് എത്തിച്ചതും നേതൃത്വം നൽകിയതും K. രാധാകൃഷ്ണനാണ്. ശരി, താങ്കളുടെ വാദങ്ങൾ പറയാം. സംഘാടക സമിതി ആരാണ് എന്നതിൽ തർക്കത്തിന്റെ ആവശ്യമില്ല, അതല്ലല്ലോ പ്രധാനപ്പെട്ട വിഷയം. നോക്കൂ, ഞങ്ങൾ കൃത്യമായി ഈ വിഷയത്തിൽ കേരളത്തിന്റെ ജനതയ്ക്കൊപ്പമാണ്. ആ വിഷയത്തിൽ സംഘടനാപരമായാണെങ്കിലും രാഷ്ട്രീയപരമായാണെങ്കിലും നിയമപരമായാണെങ്കിലും മുമ്പോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ഞാൻ പറഞ്ഞല്ലോ, നരേന്ദ്രമോദി ഒരു നരാധമനായി മാറുകയാണ് ഇത്രയും കണ്ണീര് കണ്ടിട്ട്. അത് ദില്ലിയിലിരുന്ന് ഞാൻ BJP പ്രതിനിധിയിലേക്ക് കൂടി പോകുന്നു. അഡ്വക്കേറ്റ് വസന്ത്, ഞാൻ തിരിച്ചെത്താം. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്. ശ്രീ കൃഷ്ണദാസ്, കേന്ദ്രത്തിൻ്റേത് ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ്, കേന്ദ്രത്തിൻ്റേത് മനുഷ്യത്വ വിരുദ്ധമാണ്, കേന്ദ്രത്തിൻ്റേത് അവഗണനയാണ്, മരിച്ചുപോയ മനുഷ്യരോടുള്ള അവഗണനയാണ്. നിങ്ങൾക്കത് 3 വാർഡായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കത് ജനങ്ങളുടെ ജീവനാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് കേന്ദ്രമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കേരളം കൈകോർത്തത്, പ്രതിഷേധിച്ചത്. അതൊരു സൂചനാ സമരം മാത്രമാണ്. ഇനി പ്രക്ഷോഭങ്ങളുണ്ട്. ഏതൊക്കെ തരത്തിൽ നിങ്ങൾ തടസ്സങ്ങൾ തീർത്താലും അവകാശങ്ങൾ, ഔദാര്യങ്ങളല്ല, അവകാശങ്ങൾ നേടിയെടുത്ത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന കേരളത്തിൻ്റെ വലിയ പ്രഖ്യാപനമുണ്ട്. അത് രാഷ്ട്രീയമായി നിങ്ങൾക്കെതിരെയുള്ള അമ്പാണ്, ബ്രഹ്മാസ്ത്രമാണ്. P. കൃഷ്ണദാസ്. അജിം ഷാ, നമ്മൾ കേരളത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റ് അതിന് മുൻപ് കൊടുത്തിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിഹിതമായി കിട്ടിയിട്ടുള്ള ഫണ്ട്, ഇതെല്ലാം കൃത്യമായി സംസ്ഥാനത്തിന്റെ കയ്യിലിരിക്കുന്ന ഘട്ടത്തിലാണ്
ഈ ദുരന്തമുണ്ടാകുന്നത്. അതിനുശേഷവും കേരളത്തിന് കിട്ടേണ്ട തുക, സ്വാഭാവികമായും കേരളത്തിന് കിട്ടേണ്ട തുക, അത് കേരളത്തിന് ലഭ്യമാക്കുന്നതിൽ യാതൊരു അലംഭാവവും നിലവിൽ കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും കാണിച്ചതായി ഒരു രേഖയോ ഒരു സാഹചര്യമോ ഇല്ല. താങ്കൾ പറഞ്ഞത് പിന്നെ ഇപ്പോൾ നമ്മൾ ഈ നടത്തുന്ന ചർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം 782.99 കോടി രൂപ, അതിൽ വ്യോമസേന വാങ്ങിച്ചെടുത്തത് 153.5 കോടി, അതൊഴിച്ച് 629.25 കോടിയുടെ കാര്യമാണോ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറഞ്ഞത്? ഞാൻ അങ്ങനെ ഇനം തിരിച്ച് കണക്ക് തിരിച്ച് ഒരു ഇനത്തിന്റെ കണക്കുകൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറ്റില്ല, അത് അജിംഷ് പറഞ്ഞോളൂ, അതിന് എനിക്ക് പറ്റില്ല. യാതൊരു വിരോധവും ഇല്ല. പറ്റില്ല, പറയാൻ അങ്ങനെയാണെങ്കിൽ പറ്റില്ല. ആകെ ജൂലൈ മാസം 30-ന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് എത്ര രൂപ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്ത നിവാരണ SDRF അതോറിറ്റിയുടെ ഫണ്ടാണെങ്കിൽ ഭാഗമായി അതിൽ 75% എത്ര കേന്ദ്രവും ഞാൻ- ബാക്കിയുള്ളത് സംസ്ഥാനവും ഞാൻ- വഹിക്കുന്ന ഒരു പ്രത്യേക പാക്കേജാണത്. ആ SDRF അത് വയനാട് ദുരന്തമുണ്ടായാലും ഇല്ലേലും അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന നിലയിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട SDRF തുകയുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് വയനാട് എന്ന ദുരന്തത്തിന് എടുത്തുപയോഗിക്കുന്നതിന് പരിമിതിയുണ്ട്. ഈ തുക തന്നെ അതിന് അപര്യാപ്തമാണ്. എങ്കിൽ പോലും ഇനി ഒരു വാദത്തിന് വേണ്ടി പര്യാപ്തമാണെന്ന് അംഗീകരിച്ചാൽ പോലും അതിനകത്ത് പല വിധത്തിലുള്ള തടസ്സങ്ങളുണ്ട്. അത് വയനാട് എന്നതിന് മാത്രം നൽകുന്നതല്ല, മറ്റുള്ള എല്ലാ ഡിസാസ്റ്ററിനും വർഷാവർഷം കൃത്യമായി നൽകേണ്ട തുകയാണ്. അതിൽ നിന്നാണ് 153 കോടി രൂപ വ്യോമസേനയ്ക്ക് പിടിച്ചെടുത്തത്. ബാക്കിയുള്ള 629.25 കോടി രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വസ്തുതയിരിക്കെ ദയവായി സഹായിച്ചതോ ഇല്ല, ആ മനുഷ്യരെ ദ്രോഹിക്കരുത്, അങ്ങനെ വസ്തുതാവിരുദ്ധമായ ഫാക്ച്വൽ എററുകൾ പറഞ്ഞ്. കാരണം ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന വളരെ നിയമപരിജ്ഞാനമുള്ള ഒരു ലീഡിംഗ് അഡ്വക്കേറ്റ് കൂടിയാണ് പി കൃഷ്ണദാസ് എന്നതുകൊണ്ട് കൂടിയാണ്. തൊഴുകൈകളോടെ തുടരാം താങ്കളുടെ വാദങ്ങളുമായി. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അജിംസ്. ഒന്ന്, വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം കേരളത്തിന് ആകെ കിട്ടിയിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള തുക എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും, കേരളം മാത്രമല്ല രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി കൊടുക്കുന്ന തുക മാത്രമാണ് കേരളം അടക്കമുള്ള മഹാരാഷ്ട്രയ്ക്ക് ആ ഹെഡിൽ 1492 കോടി രൂപ, ആന്ധ്രാപ്രദേശിന് 1036 കോടി രൂപ, അസമിന് 716 കോടി രൂപ, ബീഹാറിന് 11,000 കോടി രൂപ. ഇതൊക്കെ അവരുടെ സ്റ്റേറ്റ് ഡിസാസ്റ്ററിൽ ഉൾപ്പെടുത്തിയായിരുന്നോ കൊടുത്തിരുന്നത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ട് പോരെ? ആ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, എന്റെ വാദം ഒന്ന് പൂർത്തിയാക്കട്ടെ. പറഞ്ഞോളൂ. അതായത് അങ്ങനെ കേരളത്തിന് കിട്ടേണ്ട ഫണ്ടിൽ യാതൊരു വ്യത്യാസവും കാണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് കൊടുക്കേണ്ട തുക കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളം ചെലവാക്കിയിട്ടുള്ള തുക അജിംസിന്റെ അറിവിൽ എത്രയുണ്ട്? കേരളം ചെലവാക്കിയിട്ടുള്ളത് എന്റെ അറിവിൽ 145 കോടി രൂപയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വയനാട് പോയി അവിടുത്തെ ജനങ്ങളോട് ചോദിക്കണം, കേരളം ഇതുവരെയുള്ള കാര്യങ്ങൾ സംസ്ഥാനം ചെയ്തെങ്ങനെയാണെന്ന് ചോദിക്കണം. അവർക്ക് 10,000 രൂപ വീതം കൊടുത്തത് അടക്കം. പറഞ്ഞു പൂർത്തിയാക്കും. ഈ വസ്തുതാ വിരുദ്ധത കേൾക്കുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നത്. പറഞ്ഞോളൂ, താങ്കൾ പൂർത്തിയാക്കും. അജിംസ്, ഞാൻ എന്റെ വസ്തുത ഒന്ന് പൂർത്തിയാക്കാം. തീർച്ചയായും. കേരളത്തിലെ വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം, ശരി, എന്റെ വാദങ്ങൾ പൂർത്തിയാക്കട്ടെ. അങ്ങയുടെ മറുവാദങ്ങൾ അങ്ങയുടെ സമയത്ത് അങ്ങ് ഉന്നയിച്ചോളൂ, എനിക്ക് യാതൊരു തർക്കമില്ലല്ലോ. ബാക്കിയുള്ളവരെല്ലാം ഉന്നയിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി 10,000 രൂപ വീതം കൊടുത്തിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ, ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവശത അനുഭവിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കാണെങ്കിലും അവരുടെ വാടക ഇനത്തിലാണെങ്കിലും എല്ലാം കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള തുക 13.5 കോടി രൂപയാണ് എന്റെ അറിവിൽ. അതടക്കം ഈ സംവിധാനം ആകെ ഇതുവരെ ചെലവാക്കിയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് 145 കോടി രൂപയാണ്. അങ്ങയുടെ വാദം പറയാം, എനിക്ക് അതിനകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 675 കോടി രൂപയാണ് നാളിതുവരെ വന്നിട്ടുള്ളത്. അതായത് ഇന്നത്തെ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല, മിനിങ്ങാന്ന് വരെ അതാണ് വന്നിട്ടുള്ള സംഖ്യ, 675 കോടി രൂപ. അതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആകെ ചെലവാക്കി എന്ന് പറയുന്നത്, എല്ലാം നോക്കിക്കോളൂ, അങ്ങേക്ക് നോക്കാലോ. ഞാൻ നോക്കുന്ന പോലെ തന്നെ അങ്ങേക്ക് നോക്കാം. നിങ്ങൾക്കത് കാണിക്കാമല്ലോ. നിങ്ങൾ കൈരളി ചാനലായതുകൊണ്ടാണ്
അതെ അതെ, ഞാൻ നോക്കിയതാണ്. ഞാൻ മിനിങ്ങാന്ന് നോക്കിയതാണ്. എന്ത് നോക്കിയില്ല എന്ന് ഞാൻ പറയില്ലേ, നിങ്ങളുടെ പ്രേക്ഷകരോട് ഞാൻ പറയില്ലേ. 675.11 കോടി രൂപയാണ് മിനിങ്ങാന്ന് വരെയുള്ള സംഖ്യ. ഇന്നത്തെ എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഇനി രണ്ടാമത്തത്, അതിൽ നിന്ന് ആകെ ചെലവഴിച്ച സംഖ്യ മിനിങ്ങാന്ന് വരെ 6.75 കോടി രൂപയാണ്. ശ്രീ പി എന്ന് കൃഷ്ണദാസ്, പറഞ്ഞാൽ താങ്കളുടെ വാദത്തിന്റെ ഏതാണ്ട് അന്തസത്ത മനസ്സിലായി. എന്റെ ചോദ്യം രണ്ടെണ്ണമായിരുന്നു. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ? L3 കാറ്റഗറിക്ക് യോഗ്യമായ ഒരു ദുരന്തമായിട്ട് അവിടേക്ക് ദേശീയവും അന്തർദേശീയവുമായ സഹായങ്ങൾ കിട്ടാനുള്ള സാധ്യതകൾ മുടക്കുന്ന തരത്തിലുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം എന്തിന്? എന്താണ് അവിടെ ദുരന്തബാധിതർക്ക് സഹായം പ്രഖ്യാപിക്കാനുള്ളതിൽ നിങ്ങൾക്കുള്ള തടസ്സം? അത് പറയൂ. ചെലവാക്കിയ തുകയൊക്കെ വരട്ടെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട റിപ്പോർട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട അതിന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി നൽകേണ്ട റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട അപേക്ഷ എന്ന് പറയുമ്പോൾ അങ്ങ് അപേക്ഷിക്കേണ്ടതല്ല, സംസ്ഥാനങ്ങൾ അപേക്ഷിക്കേണ്ടതല്ല എന്ന് പറയേണ്ട. അത് ഞാൻ ആദ്യമേ തന്നെ പറയുന്നത്, അപേക്ഷ എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് പറയുന്നത് നവംബർ മാസം 13-ാം തീയതിയാണ്. ഇതെല്ലാം ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. നവംബർ മാസം 13-ാം തീയതി കൊടുത്തിട്ട് നമ്മൾ ഇന്ന് ഡിസംബർ മാസം 3-ാം തീയതി, ജൂലൈ മാസം 30-ാം തീയതി നടന്ന ദുരന്തത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏകദേശം 4-5 മാസക്കാലത്തിന് ശേഷം ഒരു സംവിധാനം അവിടെ അപേക്ഷിച്ചതിന് ശേഷം അതിനെ തുടർന്ന് നിങ്ങൾ എന്തുകൊണ്ട് 2000 കേന്ദ്രം പറഞ്ഞ അഫിഡവിറ്റ് എന്താണെന്ന് അറിയാമോ? ഈ ദുരന്തമുണ്ടായത് ജൂലൈ 30-ന്, ഓഗസ്റ്റ് 9-ന് കേന്ദ്ര സംഘം ഇവിടെ എത്തുന്നു, 10-ന് പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നു. എന്നിട്ട് ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തെ പോലും അല്പനേരം മാറ്റിവെച്ച് പ്രധാനമന്ത്രി വന്ന് കണ്ടത് ബോധ്യപ്പെടട്ടെ എന്ന് പറഞ്ഞു പോയത്. പക്ഷെ അതുപോലും വേസ്റ്റായി പോയി. പോട്ടെ 1202 കോടിയുടെ ആദ്യഘട്ടം ആവശ്യപ്പെട്ടത് കേരളം. ഒക്ടോബർ 28-ന് മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്നത്. പിന്നീട് ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഒക്ടോബർ 14-ന് ഇവിടുത്തെ നിയമസഭ പാസ്സാക്കിയത്. പിന്നീട് 1, 2, 3 ഘട്ടങ്ങളിൽ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ നീക്കിയതും ആവശ്യങ്ങൾ ഉന്നയിച്ചതും ഇതൊന്നും താങ്കളുടെ മനസ്സിലില്ല. ശരി, താങ്കൾ പൂർത്തിയാക്കും. എനിക്ക് അരുൺകുമാറിലേക്ക് പോകണം. അല്ലല്ല അജിംസ്, എന്റെ ചോദ്യം കേൾക്കുക. ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാൻ എന്റെ ഉത്തരവല്ല എന്റെ ചോദ്യം. അങ്ങക്കോ അരുൺകുമാറിനോ ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. 2 കാര്യങ്ങളാണ്. പ്രധാനമന്ത്രി വന്നതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിന്റെ റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകളും പോയി. കേരള ഗവൺമെന്റ് എത്ര കോടി രൂപ നാളിതുവരെ കേരളത്തിന്റെ ഫണ്ടായി, കേരളത്തിന്റെ ഖജനാവിൽ നിന്നുള്ള ഫണ്ടായി എത്ര കോടി രൂപ വയനാട് ദുരന്തത്തിന് ചെലവഴിച്ചിട്ടുണ്ട്? എത്ര സെന്റ് സ്ഥലം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 6 മാസമാകുന്ന കാലഘട്ടത്തിലും അതിന് ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്? എത്ര വീടുകൾ പണിയാനുള്ള നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്? എത്ര വീടുകൾക്കുള്ള പ്ലാനും സ്കെച്ചും സ്ഥലവും സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്? ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടി ദുരന്ത ഭൂമിയിലേക്ക് ഏതെങ്കിലും 1 രൂപ അല്ലെങ്കിൽ ഇത്ര രൂപ, ഇത്ര കോടി രൂപ ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ താങ്കൾക്ക് കിട്ടുന്ന വിവരങ്ങളേ ഉള്ളൂ. പക്ഷേ ഇത്രയധികം ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയ കേന്ദ്രത്തിന്റെ നിരാസം, കേന്ദ്രത്തിന്റെ അവഗണന, ഇതിനോടുള്ള രാഷ്ട്രീയ മറുപടി ഇല്ലാതെയാണ് താങ്കൾ കണക്കുകൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ പോവുകയല്ല, അതിനുവേണ്ടി ഒരു പ്രത്യേക മന്ത്രിസഭാ ഉപസമിതിയെ തന്നെ നിർമ്മിച്ച് അവിടെ നിർത്തി കാര്യങ്ങൾ നടത്തിയ സംസ്ഥാനമാണിത്. ഞാൻ തിരിച്ചെത്താം. ഇത്രയും നേരം പറഞ്ഞല്ലോ കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ദയവായി തുടരൂ. അഡ്വക്കേറ്റ് ശരി, അതിന്റെ ഉത്തരം അരുൺകുമാർ പറയും. അത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരം അരുൺകുമാർ പറയും. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നോക്കൂ, ഇവിടെ നിങ്ങളുടെ സർക്കാരുകൾ ചെലവഴിച്ച കണക്കുകൾ ചോദിക്കുന്നു. അവിടെ ദുരന്തത്തിൽ ഭൂമികയിൽ പോയി എല്ലാവിധത്തിലുമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നിങ്ങളുടെ മന്ത്രിമാർ, അത് ഞങ്ങളൊക്കെ കണ്ടതാണ്. പിന്നെ നിങ്ങളുടെ സംഘടനകൾ ഒക്കെ, യുവത ഒക്കെ അവിടെ യോജിച്ചതും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ 3 വാർഡ് ഒലിച്ചു പോയതിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതിലെ അനൗചിത്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ BJPക്ക് ഉന്നയിക്കാനുള്ള വാദം. ഒപ്പം കോൺഗ്രസ് ഉയർത്തിയ കാര്യങ്ങൾ കൂടി. ജിംഷാദെ, ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഏകദേശം 125 ദിവസമായി. പ്രധാനമന്ത്രി നമ്മളെ വന്ന് സന്ദർശിച്ചു പോയിട്ട് 115 ദിവസമായി. അതുപോലെ തന്നെ കേന്ദ്രത്തിന് നമ്മൾ വളരെ വിശദമായി 35 പേജുള്ള നിവേദനം കൊടുത്തിട്ട് 108 ദിവസമായി. 90 ദിവസം കഴിഞ്ഞ് കൊടുക്കേണ്ട നിവേദനം, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്, അത് കൊടുത്തിട്ടും ഏകദേശം 1 മാസത്തോളം ആകാൻ പോകുന്നു. നയാ പൈസ കേരളത്തിന് തന്നില്ലെന്നു മാത്രമല്ല, പരസ്പര വിരുദ്ധമായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് 10 ദിവസം മുമ്പ് റെഡ് അലർട്ട് നിർദ്ദേശം കേരളത്തിന് കൊടുത്തിരുന്നു എന്നാണ്. എംപിമാർ അതിന്റെ കോപ്പി ചോദിച്ച് തിരിച്ചു ചോദ്യം ചോദിച്ചപ്പോഴാണ് പച്ചയായ നുണയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി തന്നെ പാർലമെന്റിൽ പറയുന്നത് എന്ന് ബോധ്യപ്പെട്ടു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞു, വയനാട്ടിൽ പ്രത്യേകിച്ച് ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം പാറമടകളാണ്, അവിടെ കയ്യേറ്റക്കാരാണ്, ആ കയ്യേറ്റക്കാരുടെ ജീവിത രീതി കൊണ്ടാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് പറഞ്ഞു. എന്നാൽ നമുക്കറിയാം 20 കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ പാറമടയുമില്ല, അവിടെ കയ്യേറ്റക്കാരല്ല, നൂറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ രാജ്യത്തിന്റെ പരിസ്ഥിതി മന്ത്രിയും തെറ്റിദ്ധരിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ശ്രവിച്ചത് ശാസ്ത്രജ്ഞന്മാരെയെല്ലാം കണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുകയാണ്, കേരള ഗവൺമെന്റിന്റെ തെറ്റായിട്ടുള്ള രീതി കൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് എഴുതണം, പ്രചരിപ്പിക്കണം എന്ന രൂപത്തിൽ. അതിനുശേഷമാണല്ലോ 10-ാം ദിവസം പ്രധാനമന്ത്രി വന്നത്. കേന്ദ്ര സംഘവും വന്നു ഓഗസ്റ്റ് മാസം 9-ാം തീയതി. അവർ ആ ദുരന്ത മേഖല മുഴുവൻ നടന്ന് സഞ്ചരിച്ചു. അതുപോലെ പ്രധാനമന്ത്രിയുടെ അവലോകന യോഗത്തിൽ കേന്ദ്ര സംഘവും സംസ്ഥാന സംഘവും എല്ലാം പങ്കെടുത്തു. അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, ഞങ്ങളെല്ലാം കൂടെയുണ്ട്, എല്ലാ തരത്തിലുള്ള സഹായവും ഞാനങ്ങ് ഡൽഹിയിലേക്ക് ചെന്നാൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ റെപ്രസെന്റേഷൻ തരാനും പറഞ്ഞു. ഓഗസ്റ്റ് മാസം 17-ന് നമ്മൾ എല്ലാ തരത്തിലുള്ള അസസ്മെന്റുകൾ തയ്യാറാക്കി 90 ദിവസം നടത്തേണ്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം കൊടുത്തു. എന്നിട്ട് കേരളത്തിന് നയാ പൈസ തരാതെ ഇതുവരെ ഒരു നീക്കവും നടത്താതെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഫണ്ടിലുള്ള ദുരന്ത നിവാരണത്തിന് സംസ്ഥാന ഫണ്ടിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് പോലെ കിട്ടുന്ന ധനകാര്യ കമ്മീഷന്റെയും ബഡ്ജറ്റ് ശുപാർശയുടെയും ഭാഗമായി കിട്ടുന്ന പണത്തിൽ നിന്നാണ് ഹെലികോപ്റ്ററും വ്യോമസേനയും വന്ന് പ്രവർത്തിച്ചതിന്റെ പണം വരെ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നത്. 2018 മഹാപ്രളയത്തിന്റെ കാലത്തും ഇത്തരത്തിൽ ഹെലികോപ്റ്റർ വന്ന ഗർഭിണികളായ സ്ത്രീകളെ വരെ എയർലിഫ്റ്റിംഗ് നടത്തിയതിന് 125 കോടി രൂപ കൊടുക്കേണ്ടി വന്നവരാണ് നമ്മൾ. അന്ന് നമുക്ക് തന്ന റേഷൻ, ആ റേഷന് 225 കോടി രൂപ കേന്ദ്രത്തിന് അടയ്ക്കേണ്ടി വന്നവരാണ് നമ്മൾ. ഇപ്പോഴിതാ ബെയിലി പാലത്തിന്റെ തുക കൂടി എന്നാണ് അടയ്ക്കേണ്ടി വരിക എന്ന ആശങ്കയിലാണ് നമ്മളെല്ലാവരും. എന്നിട്ട് BJPയുടെ പ്രതിനിധി വന്ന് ന്യായീകരിക്കുന്നത് ഞങ്ങളൊന്നും ചെയ്തില്ല, സമ്മതിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു എന്നതാണ്. എന്നാൽ നിങ്ങൾ കേൾക്കുക, അവിടെ വീട് നഷ്ടപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം കൃത്യമായി വിതരണം ചെയ്തു. ഓരോ കുടുംബത്തിലെയും ഒരംഗത്തിന് 300 രൂപ വീതം ഓരോ ദിവസവും ദിവസ വരുമാനമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരിക്കേറ്റ മുഴുവൻ ആളുകളുടെയും ചികിത്സ സൗജന്യമായിട്ട് ഏറ്റെടുത്തു. അവിടെ മരണപ്പെട്ട മുഴുവൻ ആളുകളുടെയും കുടുംബത്തിന് ആശ്രിതർക്ക് 6 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ പരിക്കേറ്റവരുടെ ചികിത്സാ സഹായം ഏറ്റെടുത്തോടൊപ്പം തന്നെ അവരുടെ തുടർ ചികിത്സ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുപോലെ അവർ വാടകയ്ക്ക് താമസിക്കാൻ കൃത്യമായി 30-ാം ദിവസം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് അവരെ വാടകയ്ക്ക് വീടെടുത്തു മാറ്റി. ആ വാടക ഗവൺമെന്റ് കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ CMDRF ഫണ്ടിൽ നിന്ന് വൈദ്യുതി തഹസിൽദാർക്ക് 7,15,00,000 രൂപ അനുവദിച്ചിരിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈനംദിന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ SDRFൽ നിന്ന് വൈദ്യുതി തഹസിൽദാർക്ക് 13,99,00,000 രൂപ അനുവദിച്ച് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മേപ്പാടിയിൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് തന്നെ 30 പ്രോപ്പർട്ടികൾ പരിശോധിച്ച് അതിൽ നിന്ന് 10 എണ്ണം കണ്ടെത്തി. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 2 പ്രോപ്പർട്ടി ഹാരിസണിന്റെ നെടുമ്പാറ എസ്റ്റേറ്റും എൽസ്റ്റോൺ എസ്റ്റേറ്റും ഏറ്റെടുത്ത് അവിടെ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എസ്റ്റേറ്റുകാർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിനെയും ഫലപ്രദമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാ ദുരന്തമനുഭവിച്ച മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി അവരോട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചു. അവരുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ട് കൂടുതൽ ദൂരത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകരുതെന്നും ഈ സമീപത്ത് തന്നെ താമസിക്കാൻ സൗകര്യമൊരുക്കണമെന്നും എല്ലാവരെയും ഫ്ളാറ്റ് നിർമ്മിച്ച് പുനരധിവസിപ്പിക്കുന്നവരോട് ഞങ്ങൾക്ക് ചെറിയ എതിർപ്പുണ്ടെന്നും വീടും സ്ഥലവും കിട്ടുന്ന തരത്തിൽ കൃഷിസ്ഥലം അടക്കം കിട്ടുന്ന തരത്തിൽ തങ്ങളുടെ കന്നുകാലികളെ അടക്കം സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഓരോ മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഓരോ കുടുംബത്തെയും വ്യക്തികളെയും മനസ്സിൽ കണ്ടുകൊണ്ട് മൈക്രോ പ്ലാൻ കണ്ടെത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ ഒരു സഹായവും കിട്ടാതെ തന്നെ അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും പുനരധിവസിപ്പിക്കാനും ഏറ്റവും മാതൃകാപരമായി ടൗൺഷിപ്പ് ഉണ്ടാക്കുവാനും അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുവാനും ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ പാകത്തിന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്തും നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർ ഇടയ്ക്ക് വയനാട്ടിലൊന്ന് പോകണം, അവിടുത്തെ ജനങ്ങളെ കാണണം. എന്താണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മന്ത്രിമാരുടെ സംഘമടക്കം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തത് എന്താണ്? ഇപ്പോൾ തഹസിൽദാരുടെയും ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും കീഴിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടണം. എന്നിട്ട്
നിങ്ങൾ കേന്ദ്രത്തോടൊന്ന് പറയണം. ആ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും കൊടുത്ത 3444 കോടി, ആ ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടായി 11 പേർ മരിച്ചപ്പോൾ 40 കോടി രൂപ കൊടുത്തു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ബീഹാറിന് 13,000 കോടി രൂപയുടെ പാക്കേജാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ നേരിടാൻ വേണ്ടി. മഹാരാഷ്ട്രയ്ക്കും കൊടുത്തു ആയിരക്കണക്കിന് കോടി. ഈ കേരളത്തെക്കാൾ ചെറിയ സംസ്ഥാനമായ സിക്കിമിനും നാഗാലാൻഡിനും ആയിരക്കണക്കിന് കോടി വീതം വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് ഈ കേരളത്തോട് മാത്രം ഈ അപമതിപ്പും അവഗണനയും കാണിക്കുന്നത്? അതാണ് വീണ്ടും വീണ്ടും ഇന്ന് കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രത്തിലും LDFന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള സമരം നടത്തിയത്, തുടർ സമരങ്ങളുടെ ഭാഗമായി അണിനിരക്കുന്നത്. ഹൈക്കോടതി ചോദിച്ചില്ലേ, നയാ പൈസയെങ്കിലും കൊടുക്കൂ ഈ കേരളത്തിന്, എന്താണ് ഈ കേരളത്തിന്റെ നിവേദനങ്ങൾ പരിശോധിക്കാത്തത്, പരിഗണിക്കാത്തത് എന്ന് പറഞ്ഞു. അവിടെയും കൊണ്ടുപോയി കള്ള അഫിഡവിറ്റുകൾ കൊടുത്തു. ആ കൊടുക്കുമ്പോഴും കോടതിക്കും ബോധ്യമായി ഈ കേരളത്തെ മനഃപൂർവ്വം അവഗണിക്കുകയാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തോട് സമാനതകളില്ലാത്ത അവഗണന കാണിക്കുമ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി അണിനിരക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയും തയ്യാറാകണം. BJP കണ്ണു തുറക്കണം. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഈ കേരളത്തിൽ ഇത്രയും ദുരന്തമുഖത്തെ പട്ടിണി പാവങ്ങളുടെ ജീവിതത്തെ വെച്ചുകൊണ്ട് വിലപേശുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറരുത്. 3 കൃത്യമായി വാർഡല്ലേ നശിച്ചു പോയുള്ളൂ, 3 വാർഡല്ലേ ഒലിച്ചു പോയുള്ളൂ. അത് ഒരു വലിയ ദുരന്തമാണോ എന്ന് ഈ രാജ്യത്തിന്റെ തന്നെ മഹാദുരന്തമായി മാറിയ മുൻ മന്ത്രി തന്നെ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്, ശ്രീ V മുരളീധരൻ. അങ്ങനെ ഈ ദുരന്തമുഖത്ത് ഇപ്പോഴും വിഷമതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഉറ്റവരകളെ എല്ലാം നഷ്ടപ്പെട്ട, വീടും സ്ഥലവും നഷ്ടപ്പെട്ട, ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ വീണ്ടും വീണ്ടും അവഗണിക്കുകയും അതുപോലെ ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. 3 കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഒരു സിവിയർ നേച്ചറിൽ ഉള്ള ഒരു പ്രകൃതി ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണം, അതിന് നിയമം അനുശാസിക്കുന്നുണ്ട്. 2, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം ഇതിൽ വീടും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടവരുടെ കടം എഴുതിത്തള്ളാം. അതിന് ഗവൺമെന്റ് ഒരു നിർദ്ദേശം ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് കൊടുത്താൽ മതി, അത് നിങ്ങൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണം. അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾക്ക് പ്രകൃതി ദുരന്തം ഉണ്ടാക്കുമ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും വരൾച്ച ഉണ്ടാകുമ്പോഴും ചെലവഴിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടുന്ന നിയമപരമായിട്ടുള്ള തുക, ആ തുകയെടുത്ത് ചെലവഴിച്ചോളാൻ പറയുകയല്ല വേണ്ടത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ദുരന്തമുഖങ്ങളിൽ അനുവദിക്കുന്നത് പോലെ ഒരു പാക്കേജ് ഈ കേരളത്തിന് അർഹതപ്പെട്ടതാണ്. അത് വാങ്ങിച്ചു തരാനുള്ള ഉത്തരവാദിത്വം ഇവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിക്കുമുണ്ട്, അതുപോലെ തന്നെ BJP ഭരണകക്ഷിയാണ്, അതുപോലെ MP-മാർക്കുമുണ്ട്. ആ കടമ നിർവഹിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇന്ന് കേരളത്തിൽ നടന്നത്. അതിന്റെ ഭാഗമായി മുഴുവൻ ജനങ്ങളും ആ പ്രക്ഷോഭത്തിനും സമരത്തിനും പിന്തുണ കൊടുത്തുകൊണ്ട് ശ്രീ K. S. അരുൺകുമാർ, ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്ന നിലപാട് തന്നെയല്ലേ കോൺഗ്രസിനുള്ളത്? പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഇന്നലെ കേന്ദ്രത്തെ സമീപിക്കാൻ MP എന്ന നിലയിൽ പോയതടക്കം പിന്നെന്താണ് കോൺഗ്രസും BJPയും മനസ്സിലാക്കണമെന്ന് താങ്കൾ പൊതുവിൽ പറഞ്ഞത്? നമുക്കറിയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 125 ദിവസം കഴിഞ്ഞു. ഈ കോൺഗ്രസിലെ 18 MP-മാരും കോൺഗ്രസിന്റെ MP-മാരാണ്. മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ച് ഈ വിഷയത്തിൽ ഗൗരവമായിട്ടുള്ള സമീപനം സ്വീകരിക്കണമെന്നും ശക്തമായിട്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് പോകാനും നിവേദനം കൊടുക്കുവാനുമെല്ലാം ശ്രീ K. രാധാകൃഷ്ണന്റെയും MP-മാരുടെയും എല്ലാം നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ യോജിച്ചിട്ടുള്ള പ്രക്ഷോഭത്തിന് ഞങ്ങൾ LDF-ഉമായിട്ട് തയ്യാറല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുന്നത്. ഈ നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നത് പാസാക്കി. എന്നാൽ യോജിച്ച് സമരം നടത്തേണ്ട സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യത്തോടെ അല്ലാതെ ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭങ്ങളെന്നും ഈ സംസ്ഥാനത്തെ ദുരന്തം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് എന്നുള്ള ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് സ്വീകരിക്കാൻ ഒരിക്കലും കോൺഗ്രസിന് കഴിയുന്നില്ല. നമുക്കറിയാം, ആ പ്രളയകാലത്ത് 4 ദിവസത്തെ ശമ്പളം കടമായിട്ട് തന്നെ ഗവൺമെന്റ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ കടം തിരിച്ചു തരും, 1-2 മാസം കഴിയുമ്പോൾ തിരിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ ആരാണ് ആ ഉത്തരവ് കത്തിച്ചത്? ആരാണ് ആ ഉത്തരവ് വലിച്ചു കീറി എറിഞ്ഞത്? അതാരൊക്കെയാണ് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ കാണാതെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി തന്നെ ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി അണിനിരുന്നത് തന്നെ ഈ കേരളത്തിന് അർഹതപ്പെട്ടത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തണം. കേരളത്തിനുള്ള നികുതി വിഹിതം വെട്ടിക്കുറച്ചപ്പോഴും അതുപോലെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയം കളിക്കുമ്പോഴും കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും സ്വീകരിച്ച ഒരു നയം, അത് കേരളത്തിലൊരു നയം,
കേരളത്തിന് പുറത്ത് മറ്റൊരു നയം എന്ന രൂപത്തിലായിരുന്നു. എന്നാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ, രാജ്യത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ 3-ാം സ്ഥാനമാണ് ഈ ഉരുൾപൊട്ടൽ. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത്. അതുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ കോൺഗ്രസും ഇടതുപക്ഷവും അതുപോലെ BJPയും ഇതിന്റെ ഭാഗമായി അണിനിരക്കണമെന്നും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് കേരളത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് BJP നേതാക്കൾ പോലും ഇതിന്റെ ഭാഗമായി മാറണം, അതിനുള്ള വിശാല മനസ്സ് കാണിക്കണം എന്നതാണ് പൊതുവെ സൂചിപ്പിക്കാനുള്ളത്. പ്രധാനമന്ത്രി വന്നപ്പോൾ വളരെ പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും ചർച്ചയുടെ ഭാഗമായി അണിനിരന്നു പറഞ്ഞു വരും, കേരളത്തിന്റെ ഈ പ്രതീക്ഷ കൈവിടേണ്ടതില്ല, കേരളത്തോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ 108 ദിവസം കഴിഞ്ഞിട്ടും ഒരനക്കവും കാണാതെ വരുമ്പോൾ ശക്തമായിട്ടുള്ള സമരമല്ലാതെ നമുക്ക് മാർഗമില്ല. ഈ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവർക്കെതിരെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം ഈ കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീ വസന്ത് സിറിയക്ക് കോൺഗ്രസും ആ അർത്ഥത്തിലാണ് നിലനിൽക്കേണ്ടത് ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ. കൊറോണ സമയത്ത് ഈ എന്താണ് രമേശ് ചെന്നിത്തലയൊക്കെ ആയിരുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഹകരണം പോലും കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ പ്രതിപക്ഷം സഹകരിക്കുന്നില്ല, പ്രത്യേകിച്ച് VD സതീശന് ശേഷമുള്ള കാലത്ത്. അത് ഇടതുപക്ഷത്തോടുള്ള രാഷ്ട്രീയ എതിർപ്പിൻ്റെ ഭാഗമായല്ല കാണേണ്ടത്, അത് കേരള ജനതയോടുള്ള എതിർപ്പ്, BJPയോടുള്ള, കേരള ജനതയെ അവഗണിക്കുന്നതിലുള്ള എതിർപ്പ്, BJPയോടുള്ള എതിർപ്പ് ഒക്കെയായി രാഷ്ട്രീയമായി നിങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അവിടെ നിങ്ങൾ പരാജയപ്പെടുന്നു. അതാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അടക്കം കാണുന്നതെന്ന് ഇവിടെ നിരീക്ഷിക്കുന്നു. മറുപടി ഉണ്ടെങ്കിൽ. അല്ല, അജിംഷാദ് എന്നോടാണല്ലോ. നോക്കൂ, വളരെ പ്രധാനപ്പെട്ടതായി കേരളത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. വയനാട്ടിൽ നിന്നുള്ള അന്നത്തെ MP ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. സ്വാഭാവികമായും പാർലമെന്റിനുള്ളിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടണമല്ലോ, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യമുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിന് സാധിക്കാതിരുന്നത്? നേരത്തെ നിങ്ങൾ ഏകോപിപ്പിച്ചു എന്ന് പറഞ്ഞ KS രാധാകൃഷ്ണന് സാധിക്കാത്തത്? അപ്പൊ അത് ചെയ്തത് കോൺഗ്രസ് ആണ്. രണ്ടാമത് MP മാർ നേരിട്ടെത്തി കേന്ദ്ര ധനകാര്യമന്ത്രിയെയും ഇപ്പോൾ അമിത്ഷായും കാണുന്നതിൽ കോൺഗ്രസിന്റെ MP മാർ ആരും വിട്ടു നിന്നിട്ടില്ലല്ലോ. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അത് ചെയ്തു പോകുന്നത്. അതിനുശേഷം കേരളത്തിന്റെ നിയമസഭയ്ക്കുള്ളിൽ കേരളത്തിനെതിരായ കേന്ദ്ര അവഗണനയ്ക്ക് എതിരെ സഭ സമ്മേളിച്ച് 3-ാമത്തെ ദിവസം അടിയന്തര പ്രമേയവുമായി എത്തിയതും കേരളത്തിന്റെ പ്രതിപക്ഷമാണ്. അത് മറന്നു പോകേണ്ടതില്ല. എന്തുകൊണ്ടാണ് ഭരണപക്ഷത്ത് നിന്ന് ഒരു MLA-ക്ക് പോലും അത് സാധിക്കാതെ വന്നത്? സമരത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയത്തിൽ ഒരേ നയമാണ് എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടെന്നേ, ഇല്ലെന്നല്ല പറയുന്നത്. KPCC 100 വീടുകൾ വെച്ചു കൊടുക്കാൻ തയ്യാറാണ്. എവിടെ സ്ഥലം? സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. മുസ്ലിം ലീഗ് 100 വീടുകൾ വെച്ചു കൊടുക്കാൻ തയ്യാറായി പണവുമായി കാത്തു നിൽക്കുകയാണ്. എവിടെയാണ് സർക്കാർ? എന്തുകൊണ്ടാണ് അതുമായി ആ നടപടിയുമായി മുമ്പോട്ട് പോകാത്തത്? യൂത്ത് കോൺഗ്രസ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി 30 വീടുകൾ വെച്ചു കൊടുക്കാൻ തയ്യാറാണ്. 25 വീടുകളാണ് DYFI വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത്. നല്ല കാര്യം. അപ്പോ ഇതിനെല്ലാം സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പോലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ 10,000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തിനെതിരെ കേന്ദ്രം ഇത്രമാത്രം വലിയ, പക്ഷേ അന്ന് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പോഴും 1001 അജിൽ സാറേ, അല്ലല്ല എനിക്ക് അതിലൊരു വിഷമമുണ്ട്. അങ്ങേപോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ ഈ വാട്സപ്പിൽ വരുന്ന സാധനം പറയരുത്. നോക്കൂ, 1023 വീടുകൾ വെച്ചു കൊടുത്തതിന്റെ ലിസ്റ്റ് KPCCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പോഴും ആ ഔദ്യോഗിക വെബ്സൈറ്റ് ഡിജിറ്റൽ മീഡിയയ്ക്ക് വേണ്ടി കൈകാര്യം ചെയ്തിരുന്ന പഴയ നിങ്ങളുടെ പാലക്കാട് മത്സരിച്ച ഡോക്ടർ സരിനാണ്. സരിനോട് ചോദിച്ചാൽ മതി. ഒന്നെങ്കിൽ സരിൻ അതിൽ എഡിറ്റ് ചെയ്ത് ലിസ്റ്റ് ഇട്ടതാണ്, അല്ലെങ്കിൽ അത് ഒറിജിനലാണ്. സരിനോട് ചോദിച്ചാൽ അങ്ങേക്ക് മനസ്സിലാവും. 1023 വീടുകൾ KPCC വെച്ചു കൊടുത്തതിന്റെ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈ നാട്ടിലുണ്ട്. അതിലൊന്ന് നിങ്ങൾക്കെതിരെ സമരമുഖം തുറന്ന മറിയക്കുട്ടിച്ചേർത്തിക്ക് അടക്കമുള്ളതാണ് എന്നതിൽ എന്താ സംശയമുള്ളത്? നോക്കൂ, ഞങ്ങളേതായാലും രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ച് അതിന്റെ പേരിൽ 5.5 കോടി രൂപ പിരിച്ചിട്ട് 10 ലക്ഷം രൂപയുടെ വീട് അതാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതൊക്കെ ശരിയാണ്, അതൊന്നുമല്ല. അതായത് നിങ്ങളുടെ ഈ വയനാട് ദുരന്തത്തിന്റെ തന്നെ, അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ തന്നെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അവിടെ എത്തുമ്പോൾ അവിടെ നിരന്ന് നിന്നിരുന്നവരെ ശ്ലാഘിച്ചു. അത് DYFI പ്രവർത്തകരായിരുന്നു. അവരുടെ മുഖം പോലും ഇന്നും നമുക്ക് പരിചിതമാണ്, ആ പ്രദേശത്തിൻ്റേതായിട്ട് പോലും. കാരണം കേരളത്തിന് മുഴുവൻ പരിചിതമാണ്. കാരണം ആ അർത്ഥത്തിലാണ് അവരവിടെ ഇടപെട്ടത്. ആ യുവതയെ ഒന്നും അങ്ങനെ ആക്ഷേപിക്കരുത്. അവർ പൊതിച്ചോറായിട്ടായാലും കൈമെയ്യായിട്ടായാലും
അവർ നടത്തിയ സഹായം, നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് പോലും ആ ദുരന്ത സമയത്ത് അംഗീകരിക്കേണ്ടി വന്നു. അതിൻ്റെ വാക്കുകളടക്കം ഞങ്ങളുടെ കയ്യിൽ ഫയലുണ്ട്, അത് വേണമെങ്കിൽ കാണിക്കാം. അപ്പോൾ ശ്രീ വസന്ത് സിറേക്കിൽ ജനങ്ങൾ കേൾക്കുന്നതാണെന്ന് താങ്കൾ ഓർമ്മിപ്പിച്ചതാണ്. അല്ല, അതിന്റെ ആവശ്യമില്ലെന്നേ. ഡിവൈഎഫ്ഐ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ്, മുസ്ലിം യൂത്ത് ലീഗ്, ഡിവൈഎഫ്ഐ, AIYF, എന്താ CPIയുടെ സംഘടന മറന്നുപോയോ? AIYF അടക്കം എല്ലാ യുവജന സംഘടനകളും അവിടെ നമ്മൾ കേരളീയരായാണ് കാണപ്പെട്ടത്. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തെ ഞാൻ ചെറുതാക്കി കാണിച്ചോ വയനാട്ടിൽ? ഇല്ലല്ലോ. യൂത്ത് കോൺഗ്രസ് എന്താ അവിടെ പ്രവർത്തന രംഗത്ത് ഇല്ലായിരുന്നു എന്നാണ് അങ്ങ് പറയുന്നത്? അങ്ങ് മറ്റൊരു മാനം അതിന് കൊടുക്കേണ്ടതില്ല. നമ്മൾ അവിടെ കേരളീയരായാണ് പ്രവർത്തിച്ചത്, കാണപ്പെട്ടത്. പക്ഷെ അത് രാഷ്ട്രീയമായി BJP സർക്കാരിൽ നിന്നും കേരളത്തിനുള്ള അവകാശം നേടിയെടുക്കുന്നതിന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് അവകാശം നേടിയെടുക്കുന്നതിൻ്റെ കാര്യത്തിൽ ആ രാഷ്ട്രീയമായ ഐക്യം അല്ലെങ്കിൽ ഒരു കോസിനോട് ഒരു കാരണം മുൻനിർത്തിയുള്ള ഐക്യം നിങ്ങളിൽ നിന്ന് കാണുന്നില്ലെന്നാണ് പ്രധാന രാഷ്ട്രീയ വിമർശനം. അതിന് അദ്ദേഹം അക്കമിട്ട് നിരത്തി കാര്യങ്ങൾ, അരുൺകുമാർ നിരത്തി. അല്ല, വയനാടിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി AKG സെന്ററിന്റെ സമരപന്തലിൽ വന്നിരിക്കേണ്ട കാര്യം കോൺഗ്രസിന് ഇല്ലെന്നേ. ശരി, ശ്രീ അരുൺകുമാർ മറുപടി ഉണ്ടെങ്കിൽ വസന്ത് സിറേക്കിന് മറുപടി ഉണ്ടെങ്കിൽ, നിങ്ങളുമായി രാഷ്ട്രീയമായി സഹകരിച്ചില്ല എന്നതിന്റെ പേരിൽ ആ ഇപ്പോ രാഷ്ട്രീയ പ്രക്രിയ മുഴുവൻ പോകുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ല, ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെയും കുഴപ്പമാണ്, കേന്ദ്രത്തിൻ്റെയും കുഴപ്പമാണെന്ന് സാമാന്യവൽക്കരിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പൊതുവെ പറയുന്നത്. നമുക്കറിയാം കേരള ഗവൺമെൻറ് ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം എത്ര എഫക്റ്റീവായിട്ടാണ് പ്രവർത്തിച്ചതെന്നും ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളും കേൾക്കാതെ എല്ലാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ദേശീയ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളെല്ലാം കേന്ദ്രീകരിച്ചതാണല്ലോ. ആകെ പറഞ്ഞൊരു വിവാദം വിതരണം ചെയ്ത ബ്രെഡിൽ പൂപ്പലായിരുന്നു എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ബ്രെഡ് എടുത്ത് പൊക്കി കാണിച്ച വിവാദം മാത്രമാണ്. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ബ്രെഡ് കൊടുത്തിട്ടില്ലെന്നും ഏറ്റവും ലൈവായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടാണ് കൊടുത്തതെന്നുള്ള സത്യം പുറത്തു വന്നപ്പോൾ ആ വിവാദം ഉയർത്തിയ നേതാവും പ്രസ്ഥാനവും ഒക്കെ എങ്ങോട്ടാ പോയെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐക്യത്തോടെ കൂട്ടായി ഈ കേരളത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ഒരു സാഹചര്യമാണ്. ആ സമയത്ത് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്നു, ദുരിതാശ്വാസ നിധിയെക്കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്നു. ഇപ്പം പ്രളയകാലത്ത് ആകെ കേന്ദ്രത്തിൽ നിന്നും മറ്റെല്ലാ തരത്തിലും കിട്ടിയത് 4972 കോടി രൂപയാണ്. നമ്മൾ ചെലവഴിച്ചത് 5640 കോടി രൂപയാണ്. അതുപോലെ ഓഖി ദുരന്ത കാലത്ത് 108 കോടി രൂപയാണ് കിട്ടിയത്, നമ്മൾ ചെലവഴിച്ചത് 119 കോടി രൂപയാണ്. അതുപോലെ കോവിഡ് കാലത്ത് 1058 കോടി രൂപയാണ് അനുവദിച്ച് കിട്ടിയത്, എന്നാൽ ചെലവഴിച്ചത് 1129 കോടിയാണ്. നമുക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ച് അതിൽ വിക്റ്റിമായിട്ട് വരുന്നവരെ മുഴുവൻ പുനരധിവസിപ്പിച്ച് മാതൃകാപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്താറ്. അതെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തെയും. നമുക്കറിയാം, ആ പ്രളയകാലത്ത് ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ വലതുപക്ഷത്ത് ഇരുത്തിയത് പ്രതിപക്ഷ നേതാവിനെയാണ്. അതിനുശേഷം അടുത്ത കാലത്ത് പ്രതിപക്ഷ നേതാവ് അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന നുണപ്രചരണം നടത്തുമ്പോഴും പ്രതിപക്ഷത്തെ കൂട്ടിയോജിപ്പിക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് യോജിച്ചുള്ള പ്രക്ഷോഭം നടത്താൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നടത്തണ്ട. പക്ഷേ ഈ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ സ്വതന്ത്രമായി സമരരംഗത്തിറങ്ങാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് ചെയ്തില്ല. സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളാണ് അക്കം നിരത്തി പറഞ്ഞത്. ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുവാനും എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതിയുമായി പോകുമ്പോഴും അവിടെ ഹാരിസൺ അടക്കം കോടതിയുടെ നിയമ നടപടികളിലേക്ക് പോകുമ്പോഴും ഏറ്റവും ചിട്ടയായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ്. ഇവിടെ ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല, ഏറ്റവും ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിൽ, ആകർഷകപരമായ രീതിയിൽ, മാതൃകാപരമായിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. സുനാമി സമയത്ത് പല രാജ്യങ്ങളിലും ധൃതി പിടിച്ച് പുനരധിവാസം നടത്തിയപ്പോൾ പിന്നീട് അതിൽ പാകപ്പിഴയുണ്ടായതും പലതും തകർന്നു വീണതും അത് അപകരിഹാര്യമായ രീതിയിലേക്ക് മാറിയതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല ശാസ്ത്രീയമായിട്ടുള്ള പ്ലാൻ ഉണ്ട്, അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾക്കാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ചിട്ടയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള അവഗണനയും ചില നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും മാത്രമാണ് ഇതിൽ നിലനിൽക്കുന്നത്. അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കേന്ദ്രം എത്ര അവഗണന കാണിച്ചാലും സംസ്ഥാനം അത് ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കാനുള്ള ചങ്കുറ്റവും ശേഷിയും സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. ഇനി ബില്ലുകൾ വരും, കേന്ദ്രത്തിന്റെ ബില്ല് വരും, പാലത്തിന്റെ ബില്ല് വരും, വ്യോമസേനയുടെ, കരസേനയുടെ, നാവികസേനയുടെ ഒക്കെ ബില്ല് വന്നാലും കേരളം ജനങ്ങളെ അണിനിരത്തി അതിന് പ്രതിരോധിക്കും, ബില്ലുകൾ പേ ചെയ്യും. പക്ഷേ ഇതിന്റെ ഗൗരവം, രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയം ജനങ്ങളെ ബോധ്യപ്പെടുത്തും. എത്ര നുണപ്രചരണം നടത്തിയാലും അതിനെ നേരിടാനുള്ള കരുത്തുണ്ട്. ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യമല്ല കാണേണ്ടത്, ഈ സംസ്ഥാനത്തിന്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അത് മുന്നോട്ട് പോകാൻ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നീങ്ങണം എന്നതാണ്. തീർച്ചയായും ഈ ഘട്ടത്തിലെ മാധ്യമങ്ങളുടെ ഇടപെടലും അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഞാൻ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അതായത് ഈ ദുരന്തം നടന്ന ഉടൻ തന്നെ അതിനുശേഷം
പാർലമെൻറ്റിൽ അമിത്ഷാ പറഞ്ഞത് ഇതിന് മുന്നറിയിപ്പ് നൽകിയെന്നാണ്. പക്ഷേ അതിൻ്റെ വസ്തുത പിന്നീട് വ്യക്തമാവുകയും അതിൽ നിന്ന് കേന്ദ്രം പിൻവാങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അതിനുശേഷം പ്രകൃതി ശാസ്ത്രജ്ഞരെ ഒക്കെ വെച്ച് പല വിധത്തിലുമുള്ള വാർത്തകൾ കെട്ടിച്ചമച്ചു. പക്ഷേ 21 ദിവസം പെയ്യേണ്ട മഴയാണ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവിടെ എത്തിയത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഭൂമി എത്ര കരുത്തുള്ളതാണെങ്കിലും ഒലിച്ചു പോവുക തന്നെ ചെയ്യും. അതേതെങ്കിലും പ്രകൃതി വിരുദ്ധ ഭാവത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല എന്ന് ശാസ്ത്രീയമായി പിന്നീട് വിവക്ഷിക്കപ്പെട്ടു. അങ്ങനെയും പൊളിഞ്ഞു വീണു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും പിന്നീട് നിങ്ങളുടെ വി മുരളീധരൻ പറഞ്ഞത് 3 ഗ്രാമങ്ങളെന്ന് പറയല്ലേ, 3 വാർഡ് ഇങ്ങനെ ആക്ഷേപിച്ചത്. ഈ സഹായത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി എന്ന നിങ്ങളുടെ കേന്ദ്ര സഹമന്ത്രി പറഞ്ഞത് അത് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ. ഇങ്ങനെയൊക്കെയാണോ കേരളത്തോടുള്ള സമീപനം നിങ്ങൾ രൂപപ്പെടുത്തുന്നത്? BJP എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നതിനൊപ്പം മലയാളികളായ ഈ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന കേരളീയർ എന്ന രീതിയിൽ ഈ മണ്ണിനോടൊരു പ്രതിബദ്ധത വേണ്ടേ? പി കൃഷ്ണദാസ്. ജിംസ് ഇടപെടില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരവും ഒപ്പം തന്നെ എന്റെ ചില വാദങ്ങളും കൂടി അവതരിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ജിംസ്, 2 കാര്യങ്ങളാണ്. ഞാൻ എന്റെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു ചോദ്യം അങ്ങയോട് ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സംസ്ഥാന ഗവൺമെന്റ് തനത് ഫണ്ടിൽ നിന്ന് 10,000 രൂപയും ദിവസം 300 രൂപ കൊടുത്തതും മറ്റ് ക്രമീകരണങ്ങൾ വരുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കണക്ക് ഞാൻ പറയാം. 13.5 കോടി രൂപയാണ് അതുള്ളത്. ആകെ 145 കോടി രൂപ ചെലവാക്കിയിട്ടുള്ളൂ. ആ ചെലവാക്കിയ പൈസ SDRFന്റെ ഫണ്ടിൽ നിന്നാണ്. സംസ്ഥാനത്തിന്റെ ഫണ്ടിൽ നിന്ന് ഒരു പൈസ ചെലവാക്കിയിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാന ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. ആകെ 145 കോടി രൂപ. ഇപ്പൊ ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അല്ലാതെ എന്റെ ഏതെങ്കിലും ഊഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല. സംസ്ഥാന ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുള്ള പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ 145 കോടി രൂപയുള്ളൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിട്ടുള്ളത് 675.11 കോടി രൂപ. മിനിങ്ങാന്ന് വരെ ഞാൻ സൂചിപ്പിച്ചതുകൊണ്ടാണ് 6.75 കോടി രൂപ അതിനകത്ത് ചെലവാക്കിയിട്ടുള്ളൂ. ഇനി ചെലവാക്കുകയോ ചെലവാക്കാതിരിക്കുകയോ അതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ 2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ 10,000 വെച്ച് കൊടുത്തു, റെന്റ് കൊടുത്തു, ഇത്ര പേർക്ക് പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നതിന്റെ കണക്കാ ഞാൻ പറഞ്ഞത്. 13.5 കോടിയും ആകെ 145 കോടിയും ഈ ഹെലികോപ്റ്ററിന്റെ വാടകയും സൈന്യം വന്ന പൈസയൊക്കെ രാജ്യത്തെ എല്ലാ സ്ഥലത്തും നടക്കുന്ന നടപടി മാത്രമേ കേരളത്തിലും എടുക്കൂ. നമുക്ക് ഇതിൽ രാഷ്ട്രീയം കാണാം, അതിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കനുസരിച്ച് വേണം എല്ലാ കാര്യങ്ങളും കാണാൻ എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളൂ. ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് ശരിയാവില്ല. ഞാൻ അരമണിക്കൂർ നിങ്ങളുടെയൊക്കെ പ്രഭാഷണം കേട്ടിരുന്നതാണ്. എനിക്ക് പറയാനുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പറഞ്ഞോളൂ. ഞാനൊന്ന് പറയട്ടെ. നിങ്ങളുടെ വർത്തമാനം പറയുന്ന ഗവൺമെന്റ് ഉണ്ടല്ലോ, കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് എന്താ കൊടുത്തത് ഈ വയനാട്ടിലേക്ക് വേണ്ടിയിട്ട്? 100 വീടുകൾ വച്ചു കൊടുക്കാമെന്നുള്ള വാഗ്ദാനം. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും അത് തന്നെയാണ് ഈ ചർച്ചയിൽ ഉയർത്തുന്ന വാഗ്ദാനം. ആ വാഗ്ദാനങ്ങളല്ലാതെ ഞങ്ങൾ ഭൂമിക്ക് വേണ്ടി സൂക്ഷ്മമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നു, ഞങ്ങൾ വിദഗ്ധമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നു. പ്ലാൻ അല്ലാതെ ഒരു പൈസ ചെലവാക്കിയില്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. 1 സെന്റ് ഭൂമി കൊടുത്തില്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. 1 സെന്റ് ഭൂമി മാറ്റി വെച്ചിട്ടില്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതെല്ലാം കോടതിക്ക് എടുക്കാണ്. സ്ഥലം കണ്ടെത്തിയില്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. സംസ്ഥാന ഗവൺമെന്റ് ചെയ്ത നടപടി ഇതാണെന്നേ പറഞ്ഞുള്ളൂ. ഇനി തമിഴ്നാട് ഗവൺമെന്റ് 5 കോടി രൂപ കൊടുത്തു. BJP ഭരിക്കുന്ന ഗവൺമെന്റുകൾ കൊടുത്ത പണം ഞാനൊന്ന് വായിക്കാം. മഹാരാഷ്ട്ര കൊടുത്തത് 10 കോടി. വാഗ്ദാനമല്ല കേട്ടോ, സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തത് 10 കോടി. മധ്യപ്രദേശ് കൊടുത്തത് 20 കോടി. നിങ്ങളെല്ലാം വിമർശിക്കുന്ന ഉത്തർപ്രദേശ് കൊടുത്തത് 10 കോടി. ആന്ധ്രാപ്രദേശ് കൊടുത്തത് 10 കോടി. ഛത്തീസ്ഗഡ് കൊടുത്തത് 15 കോടി. ഒഡീഷ കൊടുത്തത് 5 കോടി. ആകെ 70 കോടി രൂപയാണ്. കർണാടക കൊടുത്തത് 100 വീട് വെക്കാമെന്ന വാഗ്ദാനം. തമിഴ്നാട് കൊടുത്തത് 5 കോടി രൂപ. ഞാൻ ഒരു ഗവൺമെന്റിന്റെ വാഗ്ദാനത്തെയോ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കൊടുത്ത 1 രൂപയോ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല അതിന്റെ പൈസ കൊടുക്കണം, സാലറിയിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞത് പ്രതിപക്ഷം കീറി എറിഞ്ഞു, കത്തിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്ഷേമ പെൻഷനെ സംബന്ധിച്ച്, പ്രളയ ദുരിതകാലത്ത് ഉണ്ടായിട്ടുള്ള ഫണ്ട് വിനിയോഗം ചെയ്തതിനെ സംബന്ധിച്ച് എന്താണ് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ? എത്ര കേസുകളാണ് എടുത്തിട്ടുള്ളത്? അപ്പൊ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ആരോപണങ്ങളായി ഉന്നയിക്കാം. ഇനി സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വികസനത്തിന് വേണ്ടി, വയനാടിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വികസനത്തിന് വേണ്ടി, അജിംസ് ഒരു ചോദ്യം ചോദിച്ചല്ലോ, കേന്ദ്രമന്ത്രി ഇങ്ങനെ പറഞ്ഞു,
BJP നേതാക്കൾ തെറ്റായ പ്രസ്താവനകൾ ഇറക്കി. ഞാൻ അജിംസിനോട് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ റവന്യൂ മന്ത്രിയും കേരളത്തിന്റെ മന്ത്രിമാരുടെ സംഘവും എല്ലാം അവിടെ പോയല്ലോ. എത്ര രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് മന്ത്രിസഭാ തീരുമാനപ്രകാരം വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുള്ളത്? അങ്ങൊന്ന് വിശദീകരിക്കൂ. ഇനി രണ്ടാമത്തത്, എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ ഇതിനൊക്കെ മറുപടി ഉണ്ട്. അതിനേക്കാളൊക്കെ മുമ്പേ ഒരു കാര്യം, ഒറ്റ കാര്യം, കേന്ദ്രം അല്ല അങ്ങനെ പിണങ്ങല്ലേ നമ്മൾ ഈ കൊടുത്തു വാങ്ങാൻ പോകണ്ടേ? ഞാൻ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ള എല്ലാ വിടുവായുത്തങ്ങളും എല്ലാ കള്ളക്കണക്കുകളും എല്ലാ തരത്തിലുള്ള ഈ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും രണ്ട് പ്രതിനിധികൾ കേട്ടല്ലോ. ഇനി ഞാൻ പറയുന്ന വിടുവായുത്തമാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ ഒരു കുറച്ച് സമയം എനിക്കെന്താ, അതിനെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളത്? താങ്കൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. കേന്ദ്രത്തിന് ഈ ദുരന്തം ഏത് ഗണത്തിൽപ്പെടുത്താനാണ് ഇഷ്ടം? ഈ 4 മാസം കഴിഞ്ഞിട്ടും കേന്ദ്ര എന്തുകൊണ്ട് സഹായം നൽകുന്നില്ല? ഇത് ഔദാര്യമല്ല. ഇന്ന് MV ഗോവിന്ദൻ മാഷും A വിജയരാഘവനും സ്വരാജും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതേ സംബന്ധിച്ച് കൂടിയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 4 മാസം കഴിയുന്നു, എന്തുകൊണ്ട് സഹായം നൽകുന്നില്ല? അതാണ് ഷാർപ്പായ ചോദ്യം. മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയാം, പക്ഷേ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് 1 രൂപ കൊണ്ടുപോകുമ്പോൾ ഇതാരുടെ ഔദാര്യമല്ലെന്നേ? ഇതാരുടെ ഔദാര്യമല്ല ശ്രീ കൃഷ്ണദാസ്. ഇത് ഇവിടെ നിന്ന് ശേഖരിച്ച് GST അടക്കമായി കൊണ്ടുപോകുന്നതാണ്, നികുതി പണമാണ്. 1 രൂപ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എത്ര രൂപ ഇവിടേക്ക് നൽകുന്നുണ്ട്, എത്ര പൈസ ഇവിടേക്ക് നൽകുന്നുണ്ട്? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇങ്ങനെയുള്ള അവകാശമാണ് ചോദിക്കുന്നത്, ഔദാര്യമല്ല. അതിനെ സംബന്ധിച്ച് കേരളത്തിന്റെ കയ്യിലുള്ള ഫണ്ടിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. കേരളത്തിൽ 2021-നും 2026-നും ഇടയിലുള്ള 5 വർഷക്കാലത്തേക്ക് കൊടുത്തിട്ടുള്ളത് 1390 കോടി രൂപയാണ് കേന്ദ്ര വിഹിതം. 462 കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ വിഹിതം. ആകെയുള്ളത് 1858 കോടി രൂപയാണ്. താങ്കൾ ഈ ഫാക്ച്വൽ എററുകൾ പറഞ്ഞ് ഇതിനെ മറികടക്കാമെന്ന് വിചാരിക്കരുത്. ഇവിടുത്തെ പ്രധാനമായ വിഷയം 3 ഗ്രാമങ്ങൾ ഒലിച്ചുപോയ സംഭവമാണ്. അവർക്ക് വേണ്ട സഹായത്തെ സംബന്ധിച്ച് ഏതാണ്ട് 2200 കോടിയോളം രൂപ വരുന്ന നഷ്ടത്തെ സംബന്ധിച്ച് പറഞ്ഞു. നിങ്ങൾ കേന്ദ്രം ഇവിടെ നിന്ന് പണം പിരിച്ചുകൊണ്ട് പോകുന്ന കേന്ദ്രം എത്ര രൂപ നൽകും? അവകാശപ്പെട്ട പണം എത്ര രൂപ നൽകും? ഈ ദുരന്തത്തെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും? നിങ്ങൾ പറയൂ, അതാണ് ചോദ്യം. ഒരു കാറ്റഗറിയില്ല, ഒരു കാറ്റഗറി. അതാണ് മലയാളിയായ പി കൃഷ്ണദാസ്, BJP നേതാവായ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. ശരി, പൈസ കൊടുക്കാൻ ഉദ്ദേശമില്ല. ശരി, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. സംസ്ഥാനത്തിന് ഇതെല്ലാം കൊടുക്കാൻ ഉദ്ദേശമുണ്ടല്ലോ. സംസ്ഥാനം അവിടെ ചെയ്യുന്നുണ്ട്, സംസ്ഥാനമേ ചെയ്യാനുള്ളൂ. പക്ഷേ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കേന്ദ്ര പണം എവിടെ? അതെപ്പോൾ നൽകും? ഏത് കാറ്റഗറിയിൽ ഈ ദുരന്തം? അതാണ് ചോദ്യം. BJP കാടടച്ച് വെടിവെക്കുകയും അപ്പുറത്തേക്ക് പോയി വെടിയുതിർക്കുകയും ചെയ്യേണ്ടതില്ല. ഇല്ല. ആന്ധ്രാപ്രദേശ് പോലെ ബീഹാർ പോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ നിന്നും പണം പിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേന്ദ്രം. അത് നൽകണം, അത് തിരിച്ചു നൽകണം. ദുരന്ത ഭൂമിയിലേക്ക് എത്ര രൂപ ചെലവാക്കി? ഞാൻ വീണ്ടും എന്റെ ചോദ്യം ആവർത്തിക്കാം. 2, ഏതെങ്കിലും ഒരു കുടുംബത്തിന് 1 സെന്റ് ഭൂമി കൊടുത്തത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പറയൂ. ഇനി മൂന്നാമത്തത്, വയനാടിന് വേണ്ടി സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്ത് ഏതെങ്കിലും ഒരു ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിട്ടുള്ള പണം ചെലവഴിച്ചിട്ടുണ്ടോ? മൂന്നാമത്തത്, അതൊക്കെയാണ് അവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് പദ്ധതികളായി രൂപപ്പെടുത്തുന്നത്. ശാസ്ത്രീയമായി ടൗൺഷിപ്പിലേക്ക് സംസ്ഥാനം പോകുന്ന അതാണ്. പക്ഷേ കേന്ദ്രത്തിന്റെ വിഹിതം എവിടെ? കേന്ദ്രത്തിന്റെ ഈ ദുരന്തത്തോടുള്ള സഹായം എവിടെ? വന്ന് ഷോ കാണിച്ചു പോയ ഡിസാസ്റ്റർ ടൂറിസം എന്ന് സ്വരാജ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ വന്ന് ഷോ കാണിച്ചു പോയിട്ട് എന്താണ് നൽകിയത്? ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു ഈ ദുരന്തത്തെ? എത്ര രൂപ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കും? അതാണ് അറിയേണ്ടത്. നിങ്ങളുടെ മന്ത്രിമാർ, ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ നടത്തുന്ന ഗീർവാണ പ്രസംഗങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഓരോ സ്ഥലത്ത് പോയി ഞാൻ ചോദിച്ചത് കേരളത്തിന്റെ അവകാശമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർ പറയുന്നത് ചോദിക്കുന്നതല്ല. കേരളത്തിന്റെ അവകാശമാണ്. ശ്രീ അരുൺകുമാർ
ഈ ഘട്ടത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. അല്ലല്ല, താങ്കൾ പറഞ്ഞു, താങ്കൾ ഏതാണ്ട് 15 മിനിറ്റോളം പറഞ്ഞു, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. അല്ല, എന്നോട് പറഞ്ഞ സമയത്തിൽ, എന്റെ സമയത്തിൽ പകുതിയിലധികം അങ്ങ് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല, താങ്കൾ എടുത്തു നോക്കൂ, താങ്കളൊന്ന് റിപ്പീറ്റ് അടിച്ചു നോക്കിയാൽ മതി, താങ്കൾക്ക് മനസ്സിലാവും. താങ്കൾ പറഞ്ഞു, താങ്കൾ വാദങ്ങൾ നിരത്തി, അത് ഷാർപ്പായി താങ്കളുടേതായ പാർട്ടിയുടെ വാദങ്ങളാണ്, അത് ശരിയാണ്. പക്ഷേ അതിലുള്ള എൻ്റെ സംശയങ്ങൾ ചോദിച്ചു, അതിനെ താങ്കൾ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകാതെയാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. ശ്രീ അരുൺകുമാർ, എന്താണ് കേരളത്തിന്റെ ആവശ്യം? ഗവൺമെന്റ് നവംബർ മാസം 13-ാം തീയതി കൊടുത്തിട്ടുള്ള പ്ലാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ള അത് കേന്ദ്ര ഗവൺമെന്റ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. പരിഗണിക്കട്ടെ, അത് തീരുമാനിക്കട്ടെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ഗണത്തിൽ ഈ ദുരന്തത്തെ പെടുത്തണം എന്നതിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനങ്ങൾ വരട്ടെ. ശരി, അതാണ് നിങ്ങളുടെ വാദം. ശ്രീ അരുൺകുമാർ, താങ്കൾക്ക് അതിൽ പ്രതികരിക്കാം. ഇവിടെ ഓരോ ദുരന്തബാധിതർക്കും എന്താണ് കൊടുത്തത് എന്ന് വീണ്ടും ചോദിക്കുകയാണ്. പക്ഷെ അത് വീണ്ടും വിവരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ആദ്യം വളരെ വിഷമത്തോടെയാണെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങളും വിവരിച്ചു. കാരണം ഇതൊന്നും അവർക്ക് ഔദാര്യമായിട്ട് കൊടുക്കുന്നതല്ലല്ലോ, അവർക്ക് അവകാശപ്പെട്ടതാണ്. ദുരന്തമുഖത്ത് കിട്ടുന്നവർക്ക് കൊടുക്കുന്നത് വിളിച്ചു പറയുന്ന സംസ്കാരമല്ല കേരളത്തിലെ LDF സർക്കാരിൻ്റെത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം കൊടുക്കുമ്പോൾ നേരിട്ട് അക്കൗണ്ടിലേക്ക് പോകുകയാണ്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ പോലും 13 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്തത്. അത് തിരുവനന്തപുരത്ത് 26 പേർക്ക് 7 ലക്ഷം, അങ്ങനെ കൊല്ലം 167 പേർക്ക്. കൃത്യമായി കണക്കുണ്ട്, ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. കാരണം ഇതെല്ലാം അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുകയാണ്. പഴയതുപോലെ ഈ രോഗികളെയും വിളിച്ച് കളക്ടറേറ്റിൽ വന്ന ദിവസങ്ങൾ കാത്തുനിന്ന് ആനുകൂല്യം മേടിച്ചു കൊടുക്കുന്ന രീതിയല്ല ഇത്. അതുകൊണ്ട് അത് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതും അത് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ, മേടിച്ചവർക്ക് ഇതിൽ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 ആവശ്യമേ ഉള്ളൂ. ഇത് ഒരു സിവിയർ കാറ്റഗറിയിലുള്ള ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണം. ഈ രാജ്യത്ത് നടന്ന പ്രകൃതി ദുരന്തങ്ങളിൽ, പ്രത്യേകിച്ച് ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും വലിയ 3ാമത്തേതാണ് ഈ കേരളത്തിൽ നടന്നത് എന്ന് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏജൻസികൾ സമ്മതിക്കുന്നു. അപ്പോൾ പിന്നെ അതൊരു സിവിയർ നേച്ചറുള്ള L3 ആയി പ്രഖ്യാപിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം ഇത്തരത്തിൽ ദുരന്തമുണ്ടായാൽ ബാങ്കുകളുടെ കൺസോർഷ്യത്തോട് നിങ്ങൾ അവിടുത്തെ സാധാരണക്കാർ, വീടും സ്ഥലവും നഷ്ടപ്പെട്ട പട്ടിണി പാവങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളവരുടെ കടം എഴുതി തള്ളണം എന്ന് പറയാൻ എന്താണ് ബുദ്ധിമുട്ട്? സംസ്ഥാന ഗവൺമെന്റ് ചെയ്തില്ലേ? കേരള ബാങ്ക് കൊടുത്ത കടം പൂർണ്ണമായി ഈ ദുരന്ത മേഖലയിൽ എഴുതിത്തള്ളിയ പ്രഖ്യാപനം കേരള ബാങ്ക് നടത്തിയില്ലേ? കേരളത്തിലെ ഗവൺമെന്റും ഇത്തരത്തിലുള്ള അഭ്യർത്ഥന നടത്തി. പക്ഷേ ബാങ്കുകളുടെ കൺസോർഷ്യം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതേ കേൾക്കൂ, എല്ലാം നാഷണലൈസ്ഡ് ബാങ്കാണ്. 3ാമത് കേരളത്തിന് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ഏറ്റവും അടിയന്തരമായി ഒരു 250 കോടി 300 കോടി രൂപ അന്ന് ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് ആവശ്യപ്പെട്ടു, അത് നിങ്ങൾ തന്നില്ല. അതിനുശേഷം റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ 220 കോടി രൂപ അടങ്ങുന്ന ഒരു പാക്കേജാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന്റെ കണക്കുകളെല്ലാം കൃത്യമായി തന്നെ വിശദീകരിച്ച് അതിന്റെ കണക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നവംബർ മാസത്തിൽ. അതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കൊടുത്തു. 35 പേജുള്ള റെപ്രസെന്റേഷൻ ഓഗസ്റ്റ് മാസം 17-ന് കൊടുത്തത് കൂടാതെ ഇപ്പൊ പ്രീ പോസ്റ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പരിഗണിക്കണ്ടേ? നമുക്ക് ഈ നാട് പുനർനിർമ്മിക്കണ്ടേ? പുനരധിവാസം എന്നുള്ളതും അതുപോലെ തന്നെ ഈ നാട് പുനർനിർമ്മിക്കുക എന്നുള്ളതും നമ്മുടെ കടമയല്ലേ? ആ കടമയുടെ ഭാഗമായി പറയുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്തു? നിങ്ങളുടെ ഫണ്ടിൽ കിടക്കുന്ന പണമില്ലേ? കഴിഞ്ഞ വർഷത്തെ ഇത്രയില്ലേ, ഈ വർഷത്തെ ഇത്രയില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന സംവിധാനമാണ് നാം കാണുന്നത്. അതുകൊണ്ട് നമുക്ക് കൃത്യമായി ഈ നാടിനെ പുനർനിർമ്മിക്കണം. അവിടെ സ്കൂള് പുനർനിർമ്മിക്കണം. 29-ാം ദിവസം തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടായി. പക്ഷേ കെട്ടിടങ്ങൾ പുതുതായിട്ട് പണിയണം. ഇത്രയും ആളുകൾക്ക് വീട് കൊടുക്കണം. അവിടെ തൊഴിൽ സംരക്ഷിക്കണം. അവർ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ തന്നെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അവിടുത്തെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കണം. ടൂറിസം മേഖലയെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടാണ് 220 കോടി രൂപ വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പരിഗണിക്കണം. ഇതെല്ലാം കേന്ദ്ര സംഘം വന്ന് കണ്ടുപോയതല്ലേ? പ്രധാനമന്ത്രി വന്ന് കണ്ട് മനസ്സിലാക്കിയതല്ലേ? ഇതെല്ലാം പരിശോധിക്കാമെന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ പറഞ്ഞ വാക്കു പാലിക്കണം. കേന്ദ്രമന്ത്രി പറയുന്നത് പോലെ അതൊക്കെ മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അടിവരയിടേണ്ടത് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടും അതിന്മേലുള്ള ചർച്ചകളും അടിവരയിടേണ്ടത് അതാണ് തീർച്ചയായും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം. അതായത് എസ്റ്റിമേറ്റ് നൽകിയത് ചെലവഴിച്ച തുകയാണെന്ന് പറഞ്ഞ് ആഘോഷിച്ച മാധ്യമങ്ങൾ എവിടെ? കേന്ദ്രത്തിൻ്റെ ഈ ക്രൂരമായ അവഗണനയുടെ കാര്യത്തിൽ, ഇന്ന് നടത്തുന്ന സമരങ്ങളുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്ന
നിരാസം, മാധ്യമങ്ങൾ കാണിക്കുന്ന അവഗണന, അതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ശ്രീ വസന്ത് ശ്രീക്ക്, ഇവിടെ മാധ്യമങ്ങളുടെ സമീപനം ഏതെങ്കിലും ഒരു കുഴപ്പമുണ്ടാകുള്ളൂ, അത് മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. കാരണം ഈ നാട് നശിച്ചു പോകട്ടെ, അതെല്ലാം കുഴപ്പം ഭരണത്തിന് വരുമല്ലോ അല്ലെങ്കിൽ സർക്കാരിന് വരുമല്ലോ എങ്കിൽ അത് ആഘോഷിക്കുന്ന ഒരു മാധ്യമ രീതി ശരിയാണോ? പ്രത്യേകിച്ച് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ബാക്കിയുള്ള വിമർശനം ആയിക്കോട്ടെ, തെറ്റുപറ്റിയാൽ വിമർശിക്കട്ടെ, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷ സ്വഭാവത്തിനപ്പുറത്തേക്ക് ഒരു പ്രതിപക്ഷ മുന്നണിയായി മാറുന്നു മാധ്യമങ്ങൾ. നോക്കൂ, നാലാം തൂണായാണ് മാധ്യമങ്ങളെ എപ്പോഴും നമ്മൾ കാണുന്നത്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ശബ്ദം എപ്പോഴും പ്രതിപക്ഷത്തിന്റെ ശബ്ദമായിരിക്കും. അത് പ്രതിപക്ഷത്തെ LDF ആണോ UDF ആണോ BJP ആണോ എന്ന് നോക്കിയാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി വ്യാജ വാർത്തകൾ നൽകുന്നതിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുവെന്നും അതിൽ എപ്രകാരമാണ് തിരുത്തൽ വരുത്തേണ്ടതെന്നും കൈരളി അടങ്ങുന്ന മാധ്യമങ്ങൾ ഞാൻ പൊതുവെ പറയുകയാണ്. നിങ്ങൾ എല്ലാവരും അത് തിരുത്തി ചിന്തിക്കേണ്ടതാണ്. ഞങ്ങൾ തിരുത്താനൊന്നുമില്ല. ഞങ്ങൾ ഏത് കാലത്തും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദുരന്ത ഭൂമിക്കൊപ്പം നിന്നതാണ്. അത് മുത്തങ്ങയുടെ കാലം മുതലേ, ഇന്ന് തുടങ്ങിയതല്ല. അത് വസന്ത് ശ്രീക്കൊന്ന് പിന്നിലേക്ക് ചിന്തിച്ചാൽ മതി. വസന്ത് ശ്രീക്കിന് അറിയാം, പക്ഷേ രാഷ്ട്രീയമായി താങ്കൾ പരിമിതി ഉള്ളതുകൊണ്ടാണ് പറയാത്തത്. ഞങ്ങൾ എപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ദുരന്ത ഭൂമിയിൽ അല്ലെങ്കിൽ പാർശ്വവൽകൃതരോട്, ഇരകളോടൊപ്പം തന്നെയാണുള്ളത്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ കേന്ദ്രത്തിൻ്റെ സമീപനം ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളുണ്ട്. അവിടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇടയ്ക്ക് ചില പ്രകൃതി സംബന്ധിയായ ശാസ്ത്രജ്ഞരെ പോലും കേരളത്തിനെതിരായി ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന ആരോപണം കൂടിയുണ്ട്. എൻ്റെ പശ്ചാത്തലത്തിൽ ചുരുക്കി. എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ മാധ്യമമാണെങ്കിലും മറ്റേതെങ്കിലും മാധ്യമമാണെങ്കിലും തെറ്റായിട്ടുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്. നമുക്ക് പൊതുമാധ്യമങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഫണ്ടിനെ സംബന്ധിച്ചാണെങ്കിലും കേന്ദ്രത്തിന്റെ ഫണ്ടിനെ സംബന്ധിച്ചാണെങ്കിലും കേന്ദ്രം കൊടുക്കാനുള്ള സാധ്യതയെ സംബന്ധിച്ചാണെങ്കിലും ഇതിന്റെ L1, L2, L3 ഏത് കാറ്റഗറിയിൽ പെടുത്തണം എന്നുള്ളതിന്റെ മാനദണ്ഡങ്ങളെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം പൊതുമാധ്യമങ്ങളിൽ ആളുകൾക്ക് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല, തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യവുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാന. ഈ ദുരന്തത്തിൽ ഈ ജനത നേരിടുന്ന അവഗണനയെ സംബന്ധിച്ച് എത്തിക്കുന്നതിൽ അത് ഏത് മുന്നണി ആയിക്കോട്ടെ, ഇന്ന് നടന്ന പ്രതിപക്ഷ സമരം അതിനടക്കം താങ്കൾ കംപ്ലീറ്റ്. എനിക്ക് ഒരു മിനിറ്റ്, അങ്ങയുടെ ജനാധിപത്യ മര്യാദ എനിക്ക് ഒരു മിനിറ്റ് തടസ്സമില്ലാതെ സംസാരിക്കാൻ അനുവദിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അത്രേ ആവശ്യമുള്ളൂ. ഒറ്റ കാര്യമേ ഉള്ളൂ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ മാധ്യമം അടക്കമെന്ന് ഞാൻ പറയാൻ കാരണം നമുക്ക് തെറ്റായ വാർത്തകൾ ജനങ്ങളിലേക്ക് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചാണെങ്കിലും അവിടെ ചെലവഴിക്കുന്ന പണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണമാണ്. അതിൽ ഒരു ഗവൺമെന്റും, അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഏതെങ്കിലും ഒരു കള്ളത്തരമോ കള്ളത്തട്ടിപ്പോ കാണിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അതിന്റെ കണക്കുകളുണ്ട്, അത് ബോധിപ്പിക്കപ്പെടേണ്ടി വരും. അപ്പൊ അവിടെ ഏതെങ്കിലും തരത്തിൽ തെറ്റായ വാർത്തകൾ പറയാൻ, തെറ്റായ കാര്യങ്ങൾ പറയാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. നമ്മൾക്ക് പദ്ധതികളുണ്ട്, പദ്ധതികൾ ഞങ്ങൾ വിഭാവനം ചെയ്യുന്നു. വയനാട്ടിലെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പറയുമ്പോൾ കൊച്ചിയിലെ, ഇങ്ങനെ നമുക്ക് പല സ്ഥലത്തെയും കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് പറയാം. പക്ഷെ വയനാടിന് എന്ത് കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളും ചോദിക്കുന്നത്, വയനാടിന് എന്ത് കൊടുത്തു കേന്ദ്രം, ഞങ്ങൾക്കും അറിയേണ്ടത്. അത് മാത്രമേ ഞാൻ സൂചിപ്പിച്ചു. അതിലേക്ക് താങ്കൾ അത് സംസ്ഥാന ഗവൺമെന്റ് എത്ര കൊടുത്തു, സംസ്ഥാന ഗവൺമെന്റ് എത്ര കൊടുത്തു, സംസ്ഥാന ഗവൺമെന്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ തരൂ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോയ പണം, അതാണ് ശ്രീ ഇത്രയും നേരം ചോദിക്കുന്നത്. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അല്ല, താങ്കൾ എടുത്ത് നോക്കൂ, ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിച്ചത് താങ്കളാണ്. ശരി ശരി ശരി. അല്ലല്ല, അത് തെറ്റാണ്, അത് താങ്കളുടെ വാദം തെറ്റാണ്, അത് വാദം തെറ്റാണ്. അത് നിങ്ങൾ പരിശോധിച്ചാൽ അത് ഈ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ തേടി അവതരിപ്പിക്കുന്നതിനിടെ താങ്കൾ വിട്ടുപോയതാണ്. മറ്റുള്ള ഗസ്റ്റുകളോട് കൂടി ചോദിച്ചാൽ മതി, മനസ്സിലാവും. താങ്കൾക്കാണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടിയത്. ശ്രീ അരുൺകുമാർ, ഈ മാധ്യമങ്ങൾ, അതായത് ഒരു സർക്കാരിൽ ഉണ്ടാകുന്ന തെറ്റുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ജനാധിപത്യ ഇടത്തെ നാമൊക്കെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അർഹമായൊരു ജനതയുടെ അവകാശം നിഷേധിക്കുമ്പോൾ അതിനെതിരെ നടക്കുന്ന സമരങ്ങൾക്ക് പോലും പ്രാധാന്യം നൽകാതെ അതിനെ അവഗണിക്കുന്ന മാധ്യമ അവഗണനകൾ ഈ ഘട്ടത്തിൽ അടിവരയിടേണ്ടതല്ലേ? ഈ 4 മാസം കഴിഞ്ഞു, കേന്ദ്രം ഇത് നൽകുന്നില്ല. വസ്തുതാപരമായി ഇതിൻ്റെ കണക്കുകളൊക്കെ മാധ്യമങ്ങളുടെ പക്കലുണ്ട്. എന്നിട്ടും അതേ സംബന്ധിച്ച് കേരളത്തോടൊപ്പം കൈകോർക്കുന്നില്ല. എസ്റ്റിമേറ്റ് ചെലവഴിച്ച തുകയായി തെറ്റിദ്ധരിപ്പിക്കാൻ കാണിച്ച ഉത്സുകതയുടെ 1000-1 പോലും 1 മിനിറ്റിൽ ഉള്ളിൽ താങ്കൾ തീർക്കണം. ശ്രീ അരുൺകുമാർ.
കറക്റ്റാണ്. അതായത് ഈ കേരളം കൊടുത്ത എസ്റ്റിമേറ്റ് 90 ദിവസം ഈ ദുരന്തത്തെ നേരിടാൻ വേണ്ടി കൊടുത്ത എസ്റ്റിമേറ്റിനെ എക്സ്പെൻഡിച്ചറാക്കി മത്സരിച്ച് വാർത്ത കൊടുക്കുകയും പിറ്റേ ദിവസം തെറ്റ് ബോധ്യപ്പെട്ടപ്പോൾ മത്സരിച്ച് മാപ്പ് പറയുകയും പിന്നീട് ആദ്യം മാപ്പ് പറഞ്ഞത് തങ്ങളാണെന്ന് പറഞ്ഞ് പരസ്പരം അടികൂടുകയും ചെയ്ത കേരളത്തിലെ മാധ്യമങ്ങൾ അതിൻ്റെ 100-1 പ്രാധാന്യം പോലും ഇന്ന് 125-ാം ദിവസം നടന്ന ഉജ്ജ്വലമായിട്ടുള്ള പ്രതിഷേധം കവർ ചെയ്യാനും അതുപോലെ ഹെലികോപ്റ്ററിൻ്റെയും വ്യോമസേനയുടെയും വാടക ഈ സംസ്ഥാനത്തിൻ്റെ ഫണ്ട് ദുരന്ത ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുന്ന സാഹചര്യം വരുമ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യാൻ ന്യൂസ് അവർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രൈം ന്യൂസ് ടൈം മാറ്റിവെക്കാൻ എത്ര ചാനലുകൾ തയ്യാറായി എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള ചോദ്യമാണ്. ഇതിനെല്ലാം മാധ്യമങ്ങൾ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ ഒരു വികാരമാണല്ലോ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങളിൽ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പും ജനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യും. അത് വളരെ ഗൗരവത്തോടെ ജനങ്ങളുടെ പ്രതിഷേധം അലയടിക്കും എന്ന് തന്നെ ഈ മാധ്യമങ്ങൾ തിരിച്ചറിയേണ്ടി വരുന്ന കാലം അതീവ വിദൂരത്തല്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും മാധ്യമങ്ങൾ വിമർശിക്കപ്പെടേണ്ട ഇടമുണ്ട്. പക്ഷേ മാധ്യമങ്ങൾ ഇങ്ങനെ ഈ ക്രൂരതയ്ക്കും അവഗണനയ്ക്കും നേരെ കണ്ണടയ്ക്കുന്നത് ഗുരുതരമായ ലംഘനമാണ്, മനുഷ്യത്വ ലംഘനമാണ്, മനുഷ്യാവകാശ ധ്വംസനമാണ്. അതിനുകൂടിയാണ് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നതെന്നാണ് ശ്രീ അരുൺകുമാർ സൂചിപ്പിച്ചത്. എന്തായിരുന്നാലും ആ ജനതയുടെ മനസ്സും അവരുടെ വേദനയും കേരളത്തിൻ്റെ വേദനയാണ്. അത് മലയാളികളുടെ ആകെ വേദനയാണ്, മനുഷ്യൻ്റെ വേദനയാണ്. അതിനൊപ്പം നിൽക്കുന്ന ഭരണകൂടത്തിന് മാത്രമേ സ്ഥായിയായി മനുഷ്യനിൽ, മനുഷ്യ മനസ്സുകളിൽ ഇടം കാണൂ എന്നത് അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചർച്ച ഇവിടെ പൂർത്തിയാക്കുന്നത്. ന്യൂസ് ആൻഡ് വിസ് ഇവിടെ സമാപിക്കും.